16-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങൾ ഇംഗ്ലണ്ടിന്റെ സിംഹാസനത്തിൽ എലിസബത്ത് രാജ്ഞി എന്ന ഉരുക്കുവനിത ഭരണം നടത്തുന്നു. യൂറോപ്പ് മുഴുവൻ അധികാരത്തിനും സമ്പത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ അമർന്നിരിക്കുകയാണ്. കടലിൽ സ്പെയിനിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടാതെ തുടരുന്നു. അമേരിക്ക എന്ന പുതിയ ഭൂഖണ്ഡത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും കപ്പലുകളിൽ നിറച്ച് സ്പാനിഷ് സാമ്രാജ്യം തടിച്ചു കൊഴുക്കുകയാണ്. ഈ അധികാര വടംവലിയിൽ ഇംഗ്ലണ്ടും ഒരു നിർണായക ശക്തിയാകാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് സർ വാൾട്ടർ റാലി എന്ന സാഹസികനും സ്വപ്നാടകനുമായ പ്രഭു ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിലേക്ക് കടന്നുവരുന്നത്. രാജ്ഞിയുടെ പ്രീതി പിടിച്ചുപറ്റിയ കവിയും യോദ്ധാവും നാവികനുമായ റാലിക്ക് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. സ്പെയിനിന്റെ ചുവടുപിടിച്ച് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഇംഗ്ലണ്ടിന്റെ സ്വന്തമായ ഒരു കോളനി സ്ഥാപിക്കുക. അത് വെറുമൊരു സൈനിക താവളമായിരിക്കരുത്, മറിച്ച് ഇംഗ്ലണ്ടിന്റെ കൊടി പാറുന്ന, ഇംഗ്ലീഷുകാർക്ക് ജീവിക്കാനും വ്യാപാരം നടത്താനും കഴിയുന്ന ഒരു പുതിയ ലോകം. സ്പെയിനിന്റെ സ്വർണം കൊള്ളയടിക്കാൻ മാത്രമല്ല, ആ ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയും വിഭവങ്ങളും ഉപയോഗിച്ച് ഇംഗ്ലണ്ടിനെ സമ്പന്നമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 1584-ൽ എലിസബത്ത് രാജ്ഞിയിൽ നിന്ന് അമേരിക്കൻ തീരത്ത് കോളനി സ്ഥാപിക്കാനുള്ള രാജകീയ അനുമതി റോയൽ ചാർട്ടർ റാലി നേടിയെടുത്തു. ഈ പുതിയ ഭൂമിക്ക് കന്യകയായ രാജ്ഞിയോടുള്ള ആദരസൂചകമായി അദ്ദേഹം വെർജീനിയ എന്ന് പേരിട്ടു. ആ പേരിൽ ഒരു പുതിയ തുടക്കത്തിന്റെ എല്ലാ പ്രതീക്ഷകളുമുണ്ടായിരുന്നു. റാലിയുടെ പദ്ധതി വളരെ വലുതായിരുന്നു. അദ്ദേഹം സ്വയം യാത്ര ചെയ്യാൻ തീരുമാനിച്ചില്ല. പകരം അതിനായി മികച്ച നാവികരെയും സൈനികരെയും തിരഞ്ഞെടുത്തു. ആദ്യപടിയായി കോളനി സ്ഥാപിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താനായി ഒരു ചെറിയ പര്യവേക്ഷണ സംഘത്തെ അയക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഫിലിപ്പ് അമദാസും ആർത്തർ ബാർലോയും എന്നീ 2 കപ്പിത്താന്മാരുടെ നേതൃത്വത്തിൽ 2 ചെറിയ കപ്പലുകൾ തയ്യാറായി. അവരുടെ ദൗത്യം ലളിതമായിരുന്നു: വടക്കേ അമേരിക്കയുടെ തീരത്തേക്ക് യാത്ര ചെയ്യുക, അവിടത്തെ ഭൂപ്രകൃതി, വിഭവങ്ങൾ, തദ്ദേശീയരായ ജനങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുക, കോളനി സ്ഥാപിക്കാൻ ഏറ്റവും അനുയോഗ്യമായ ഒരു സ്ഥലം കണ്ടെത്തുക, എന്നിട്ട് തിരികെ വന്ന് റിപ്പോർട്ട് ചെയ്യുക. അക്കാലത്തെ യാത്രകൾ ഇന്നത്തെപ്പോലെ സുഖകരമായിരുന്നില്ല. മാസങ്ങൾ നീണ്ടുനിൽക്കുന്ന അപകടം പതിയുന്ന കടൽ യാത്ര, കൊടുങ്കാറ്റുകളും അജ്ഞാതമായ രോഗങ്ങളും കടൽ കൊള്ളക്കാരും എപ്പോഴും ഭീഷണിയായിരുന്നു. എങ്കിലും പുതിയ ലോകം നൽകുന്ന വാഗ്ദാനങ്ങൾ, സ്വർണം, പുകയില, സുഗന്ധദ്രവ്യങ്ങൾ, പിന്നെ കീർത്തി, ഏതൊരപകടത്തെയും നേരിടാൻ നാവികർക്ക് ധൈര്യം നൽകി. അമദാസിന്റെയും ബാർലോയുടെയും കപ്പലുകൾ ഇംഗ്ലണ്ടിലെ പ്ലിമൌത്ത് തുറമുഖത്ത് നിന്ന് യാക്കോർ ഉയർത്തിയപ്പോൾ അതൊരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു. അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കമുണ്ടായിരുന്നു, ഒപ്പം അജ്ഞാതമായ ഭാവിയെക്കുറിച്ചുള്ള നേരിയ ആശങ്കയും. അവരുടെ യാത്ര ആഴ്ചകളോളം നീണ്ടുനിന്നു. ഒടുവിൽ 1584 ജൂലൈ മാസത്തിൽ അവർ വടക്കേ അമേരിക്കയുടെ തീരം കണ്ടു. ഇന്നത്തെ നോർത്ത് കരോളിനയുടെ തീരത്തുള്ള ഔട്ടർ ബാങ്ക്സ് എന്നറിയപ്പെടുന്ന മണൽത്തിട്ടകളുടെയും ദ്വീപുകളുടെയും ഒരു ശൃംഖലയായിരുന്നു അത്. കരയിലേക്കടുത്തപ്പോൾ അവർ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. ഇടതൂർന്ന വനങ്ങൾ, മുന്തിരിവള്ളികൾ പടർന്നു കയറിയ മരങ്ങൾ, പലതരം പക്ഷികളുടെ കളക്കൂജനം, ശുദ്ധജലത്തിന്റെ സമൃദ്ധി. യൂറോപ്പിലെ പുകമുടിച്ച നഗരങ്ങളിൽ നിന്ന് വന്ന അവർക്ക് അതൊരു പറുദീസയായി തോന്നി. ഈ ആഖ്യാനം ഒരു ശ്രവ്യാനുഭവമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾക്ക് ശബ്ദവുമായി പൂർണ്ണമായ പൊരുത്തം ഉണ്ടാകണമെന്നില്ല. ദയവായി ശബ്ദത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവരൊരു ദ്വീപിൽ കപ്പലെടുത്തു. അതാണ് പിന്നീട് ചരിത്രത്തിൽ ദുരൂഹതയുടെ പര്യായമായി മാറിയ റോനോക്ക് ദ്വീപ്. കപ്പലിൽ നിന്നിറങ്ങിയ ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിനു വേണ്ടി ആ മണ്ണ് അവകാശപ്പെട്ടു. അവർക്ക് ചുറ്റുമുള്ള പ്രകൃതിയുടെ സമൃദ്ധി അവരെ അത്ഭുതപ്പെടുത്തി. വനങ്ങളിൽ മാനുകളും കരടികളും സുലഭമായിരുന്നു. നദികളിൽ മത്സ്യങ്ങൾ തുള്ളിക്കളിച്ചു. ഈ പുതിയ ലോകം തങ്ങളെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്നതായി അവർക്ക് തോന്നി. എന്നാൽ ഈ പറുദീസയിൽ അവർ തനിച്ചായിരുന്നില്ല. താമസിയാതെ അവർ ആ നാടിന്റെ യഥാർത്ഥ അവകാശികളെ കണ്ടുമുട്ടി. അൽഗോങ്കിയൻ ഭാഷ സംസാരിക്കുന്ന തദ്ദേശീയരായ അമേരിക്കൻ ഇന്ത്യക്കാർ. ആദ്യത്തെ കണ്ടുമുട്ടൽ അല്പം ഭയത്തോടെയായിരുന്നു. ഇരുകൂട്ടർക്കും പരസ്പരം ഭാഷയറിയില്ലായിരുന്നു. ആംഗ്യങ്ങളിലൂടെയും പുഞ്ചിരിയിലൂടെയുമാണ് അവർ ആശയവിനിമയം നടത്തിയത്. സെക്കോട്ടൻ, ക്രോവാട്ടോൺ എന്നിങ്ങനെയുള്ള ഗോത്രങ്ങളായിരുന്നു ആ പ്രദേശത്ത് താമസിച്ചിരുന്നത്. അവർ കരുതിയതുപോലെ തദ്ദേശവാസികൾ അപരിഷ്കൃതരോ ക്രൂരന്മാരോ ആയിരുന്നില്ല. അവർക്ക് അവരുടേതായ സംസ്കാരവും ജീവിതരീതിയും ഭരണക്രമവുമുണ്ടായിരുന്നു. അവർ കൃഷി ചെയ്തിരുന്നു, വേട്ടയാടിയിരുന്നു, പ്രകൃതിയോടിണങ്ങി ജീവിച്ചിരുന്നു. ഇംഗ്ലീഷുകാർക്ക് അവർ ഭക്ഷണവും മറ്റു സഹായങ്ങളും നൽകി. ബാർലോ തന്റെ ഡയറിയിൽ അവരെ
മര്യാദയുള്ളവരും സ്നേഹമുള്ളവരും വിശ്വാസയോഗ്യരുമായ ജനത എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ സൗഹൃദത്തിന്റെ ഭാഗമായി 2 തദ്ദേശവാസികൾ ഇംഗ്ലീഷുകാരുടെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് വരാൻ സമ്മതിച്ചു. ക്രോവാട്ടോൺ ഗോത്രത്തിൽപ്പെട്ട മാൻഡിയോ, സെക്കോട്ടൻ ഗോത്രത്തിലെ വാൻചീസ് എന്നിവരായിരുന്നു അവർ. ഇംഗ്ലീഷ് ഭാഷയും സംസ്കാരവും പഠിപ്പിച്ച് അവരെ ഭാവിയിലെ കോളനിയിൽ ഒരു ദുഭാഷിയായി ഉപയോഗിക്കുക എന്നതായിരുന്നു റാലിയുടെ ലക്ഷ്യം. പകരം ഇംഗ്ലണ്ടിന്റെ ശക്തിയും മഹത്വവും അവരെ കാണിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. ഏതാനും ആഴ്ചകൾക്കു ശേഷം അമദാസും ബാർലോയും ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയെത്തി. അവരുടെ കയ്യിൽ പുതിയ ലോകത്തെക്കുറിച്ചുള്ള അത്ഭുതകരമായ കഥകളുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന പുകയിലയും ഉരുളക്കിഴങ്ങും യൂറോപ്പിന് പുതിയതായിരുന്നു. ഒപ്പം മാൻഡിയോയും വാഞ്ചീസും ലണ്ടനിലെത്തിയപ്പോൾ വലിയ കൗതുകമുണർത്തി. അവർ രാജ്ഞിയുടെ മുന്നിൽ വരെ ഹാജരാക്കപ്പെട്ടു. റാലിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യപടി വൻ വിജയമായി. പറുദീസ പോലുള്ള ഭൂമി, സൗഹൃദപരമായ തദ്ദേശവാസികൾ, പുതിയ വിഭവങ്ങൾ, ഒരു കോളനി സ്ഥാപിക്കാൻ വേണ്ട എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒത്തുവന്നിരിക്കുന്നു. സ്പെയിനിനോട് കിടപിടിക്കുന്ന ഒരു സാമ്രാജ്യം അമേരിക്കയിൽ സ്ഥാപിക്കാമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഈ വിജയത്തിന്റെ ആവേശത്തിൽ റാലി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. ഇത്തവണ ഒരു പര്യവേഷണ സംഘത്തെയല്ല, മറിച്ചൊരു പൊള്ളത്തൻ കോളനി സ്ഥാപിക്കാൻ 100-ലധികം പുരുഷന്മാരെ അയക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. സൈനികർ, ശാസ്ത്രജ്ഞർ, കരകൗശല വിദഗ്ധർ, കലാകാരന്മാർ എന്നിവരുൾപ്പെട്ട ഒരു സംഘം. അവരുടെ ലക്ഷ്യം റോനോക്ക് ദ്വീപിൽ ഒരു കോട്ട പണിത് അവിടെ ഇംഗ്ലണ്ടിന്റെ സാന്നിധ്യം ഉറപ്പിക്കുക എന്നതായിരുന്നു. ഈ പുതിയ ദൗത്യത്തിന്റെ തലവനായ റാലി തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ ബന്ധുവായ സർ റിച്ചാർഡ് ഗ്രെയിൻവില്ലിനെയാണ്, ഒരു കണിശക്കാരനായ നാവിക കമാൻഡർ. കോളനിയുടെ ഗവർണറായി റാൽഫ് ലെയ്ൻ എന്ന സൈനികനെയും നിയമിച്ചു. അവരുടെ കപ്പലുകൾ തയ്യാറായിക്കൊണ്ടിരുന്നു. മാൻഡിയോയും വാഞ്ചീസും അവരോടൊപ്പം പുതിയ ലോകത്തേക്ക് മടങ്ങാനൊരുങ്ങി. ഇംഗ്ലീഷ് സംസ്കാരം കണ്ട വാഞ്ചീസിന്റെ മനസ്സിൽ പക്ഷേ ഈ വെള്ളക്കാരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളെക്കുറിച്ച് സംശയങ്ങൾ മുളച്ചു തുടങ്ങിയിരുന്നു. മാൻഡിയോ ആകട്ടെ ഇംഗ്ലീഷുകാരുമായുള്ള സഹകരണത്തിൽ വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്നു. 585-ൽ 7 കപ്പലുകളിലായി 500ഓളം ആളുകളുമായി ഗ്രെൻവില്ലിന്റെ സംഘം പ്ലിമൗത്തിൽ നിന്ന് യാത്ര തിരിച്ചു. അവരുടെ ഹൃദയത്തിൽ പ്രതീക്ഷയും സ്വപ്നങ്ങളുമായിരുന്നു. അമേരിക്കൻ മണ്ണിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യത്തെ വേരുറപ്പിക്കാൻ പോകുന്നവർ എന്ന ചരിത്രപരമായ ദൗത്യത്തിന്റെ ഭാരം അവരുടെ ചുമലിലുണ്ടായിരുന്നു. സർ വാൾട്ടർ റാലിയുടെ സ്വപ്നപദ്ധതിയുടെ ആദ്യ വിത്തുകൾ പാകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ഫിലിപ്പ് അമദാസിന്റെയും ആർതർ ബാർലോയുടെയും നേതൃത്വത്തിലുള്ള 2 ചെറുകപ്പലുകൾ ദ ബാർക്കറാളി, ദ ഡൊറോത്തി എന്നിവ പുതിയ ലോകത്തേക്ക് യാത്ര തിരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അവയുടെ പായ്മരങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ പതാക അഭിമാനത്തോടെ പാറിപ്പറക്കുന്നു. കപ്പലുകളിൽ ഏതാനും മാസത്തേക്കുള്ള ഭക്ഷണസാധനങ്ങളും തദ്ദേശവാസികളുമായി കൈമാറ്റം ചെയ്യാനുള്ള കണ്ണാടികളും മുത്തുമണികളും ലോഹക്കഷണങ്ങളും നിറച്ചിട്ടുണ്ട്. അവരുടെ ദൗത്യം വ്യക്തമാണ്: സ്പെയിനിന്റെ സ്വാധീന വലയത്തിന് പുറത്ത് വടക്കേ അമേരിക്കൻ തീരത്ത് കോളനി സ്ഥാപിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തുക. യാത്രയുടെ തുടക്കം ദുഷ്കരമായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പ്രക്ഷുബ്ധമായ തിരമാലകളോട് പൊരുതി അവർ മുന്നോട്ടു നീങ്ങി. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. പലപ്പോഴും ദിശ നിർണ്ണയിക്കാൻ സൂര്യനെയും നക്ഷത്രങ്ങളെയും ആശ്രയിക്കേണ്ടി വന്നു. ഒടുവിൽ ഏകദേശം 2 മാസത്തെ കടൽവാസത്തിനു ശേഷം ജൂലൈ 4-ന് അവർ ദൂരെ ഒരു കരരേഖ കണ്ടു. അമേരിക്കൻ തീരം. നാവികരുടെ ക്ഷീണിച്ച മുഖങ്ങളിൽ ആശ്വാസത്തിന്റെയും ആവേശത്തിന്റെയും തിരയിളക്കം. അവർ കണ്ടത് വിശാലമായൊരു തീരപ്രദേശമായിരുന്നില്ല, മറിച്ച് കടലിനും പ്രധാന കരയ്ക്കുമിടയിൽ ഒരു സംരക്ഷണ ഭിത്തി പോലെ നിലകൊള്ളുന്ന നീണ്ട മണൽത്തിട്ടകളും ദ്വീപുകളുമായിരുന്നു. ഇതാണ് പിൽക്കാലത്ത് നോർത്ത് കരോലിനയിലെ ഔട്ടർ ബാങ്ക്സ് എന്നു പ്രശസ്തമായത്. ഈ ദ്വീപസമൂഹത്തിലെ ശാന്തമായ ഉൾക്കടലിലൂടെ അവർ കപ്പലോടിച്ചു. എങ്ങും പച്ചപ്പിന്റെ സമൃദ്ധി, ഇടതൂർന്ന പൈൻമരങ്ങളും ഓക്കുമരങ്ങളും നിറഞ്ഞ കാടുകൾ. കരയിലേക്ക് പടർന്നു കയറുന്ന മുന്തിരിവള്ളികളിൽ പഴങ്ങൾ കുലകുലയായി തൂങ്ങിക്കിടക്കുന്നു. വായുവിൽ അപരിചിതമായ പൂക്കളുടെ സുഗന്ധം. ഇംഗ്ലണ്ടിലെ തണുത്ത കാലാവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി ഇളം ചൂടുള്ള കാറ്റ് അവരെ തഴുകി. അവർ ഹറ്റാരസ് ദ്വീപിന് സമീപം നങ്കൂരമിട്ടു. ബാർലോ തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: ഞങ്ങൾ കരയിലിറങ്ങി. ഈ ഭൂമി രാജ്ഞിയുടെ പേരിൽ അവകാശപ്പെട്ടു. ഇവിടെ എങ്ങും മുന്തിരിക്കുലകൾ പടർന്നു കിടക്കുന്നു. കടൽ തീരത്തും മരങ്ങളുടെ മുകളിലും കുറ്റിക്കാടുകളിലുമെല്ലാം മുന്തിരിക്കുലകൾ. ഇത്രയധികം സമൃദ്ധമായൊരു ഭൂമി ഞങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. 3 ദിവസം അവർ ആരും കാണാതെ ആ തീരത്ത് കഴിഞ്ഞു. 4-ാം ദിവസം ഒരു ചെറിയ വഞ്ചിയിൽ 3 തദ്ദേശവാസികൾ അവരെ സമീപിച്ചു. അവരിൽ ഒരാൾ കരക്കിറങ്ങി ഭയത്തിന്റെയോ സംശയത്തിന്റെയോ ഒരു കണിക പോലുമില്ലാതെ ഇംഗ്ലീഷുകാരുടെ അടുത്തേക്ക് നടന്നു. ഇത് ഇംഗ്ലീഷുകാർക്ക് അത്ഭുതമായിരുന്നു. അവർ കരുതിയത് തദ്ദേശവാസികൾ ആക്രമണകാരികളായിരിക്കുമെന്നാണ്. എന്നാൽ ഈ മനുഷ്യൻ തികച്ചും സൗഹാർദ്ദപരമായാണ് പെരുമാറിയത്. ബാർലോയും സംഘവും അയാൾക്ക് വീഞ്ഞും ഭക്ഷണവും നൽകി. അയാൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. തിരികെ പോകുന്നതിന് മുൻപ് നദിയിൽ നിന്ന് തന്റെ വഞ്ചി നിറയെ മത്സ്യം പിടിച്ച് അവർക്ക് സമ്മാനമായി നൽകി. ഈ ആദ്യ കൂട്ടായ്മ ഇംഗ്ലീഷുകാർക്ക് വലിയ ധൈര്യം നൽകി. അടുത്ത ദിവസം കൂടുതൽ തദ്ദേശവാസികൾ അവരെ കാണാനെത്തി. അവരിലൊരാൾ ഒരു നേതാവാണെന്ന് തോന്നി. ഗ്രെൻഗിനിമെന്റോ എന്നായിരുന്നു അയാളുടെ പേര്.
അയാൾ ആ പ്രദേശത്തെ ഗോത്രത്തലവനായ വിങ്കിനയുടെ സഹോദരനായിരുന്നു. വിങ്കിനെ ഒരു യുദ്ധത്തിൽ പരിക്കേറ്റ് കിടക്കുകയായിരുന്നു. അതിനാൽ സഹോദരനാണ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ഗ്രങ്കിനിമെന്റോയുടെ നേതൃത്വത്തിൽ നടന്നത് ഒരു വ്യാപാരമായിരുന്നു. ഇംഗ്ലീഷുകാർ അവർക്ക് ലോഹപാത്രങ്ങളും കോടാലികളും മുത്തുകളും നൽകി. പകരമായി തദ്ദേശവാസികൾ അവർക്ക് മാനിന്റെ തോലും മറ്റു ഭക്ഷണവസ്തുക്കളും നൽകി. ഒരു ലോഹപാത്രത്തിന് 20 മാനിന്റെ തോല് വരെ അവർ തയ്യാറാണെന്നറിഞ്ഞപ്പോൾ അമദാസിനും ബാർലോവിനും സന്തോഷമായി. ഇത് ഭാവിയിലെ കോളനിക്ക് വലിയ സാമ്പത്തിക സാധ്യതകൾ നൽകുമെന്ന് അവർ കണക്കുകൂട്ടി. ഈ കൂട്ടായ്മകൾക്കിടയിലാണ് ഇംഗ്ലീഷുകൾ 2 ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചത്, മാൻഡിയോയും വാഞ്ചിസും. മാൻഡിയോ ക്രൊവാറ്റോൺ എന്ന അയൽദ്വീപിലെ ഒരു ഗോത്രത്തിലെ അംഗമായിരുന്നു. അയാളുടെ അമ്മ ആ ഗോത്രത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു. മാൻഡിയോയ്ക്ക് ഇംഗ്ലീഷുകാരോട് വലിയ താൽപ്പര്യവും സൗഹൃദവും തോന്നി. വാഞ്ചിസാകട്ടെ റോണോക്ക് ദ്വീപിലെ സെക്കോട്ടൻ ഗോത്രക്കാരനായിരുന്നു. അവൻ കൂടുതൽ ഗൗരവക്കാരനും നിരീക്ഷകനുമായിരുന്നു. അമദാസും ബാർലോയും ഈ 2 ചെറുപ്പക്കാരെ ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിച്ചു. അവരുടെ ലോകം കാണിക്കാനും ഭാഷ പഠിക്കാനും ഭാവിയിൽ ഇരു ജനതകളും തമ്മിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കാനും മാൻഡിയോ ആവേശത്തോടെ സമ്മതിച്ചു. പുതിയ കാര്യങ്ങൾ അറിയാനും കാണാനുമുള്ള ആഗ്രഹം അവനെ നയിച്ചു. വാഞ്ചിസ് അല്പം മടിച്ചു. എന്നാൽ തന്റെ ഗോത്രത്തലവന്റെ നിർദ്ദേശപ്രകാരം അവനും യാത്രയ്ക്ക് തയ്യാറായി. ഈ വെള്ളക്കാർ അത്ര അപകടകാരികളല്ലെന്നും അവരുമായി സഹകരിക്കുന്നത് ഗുണകരമാകുമെന്നും അവന്റെ ഗോത്രം കരുതി. ഇംഗ്ലീഷുകാർ ഏതാനും ആഴ്ചകൾ കൂടി ആ തീരങ്ങളിൽ പര്യവേക്ഷണം നടത്തി. അവർ റോനോക്ക് ദ്വീപ് സന്ദർശിച്ചു. ഏകദേശം 12 മൈൽ നീളവും 3 മൈൽ വീതിയുമുള്ള കൃഷിക്കും താമസത്തിനും അനുയോജ്യമായ ഒരു ദ്വീപ്. അവിടെ സെക്കോട്ടൻ ഗോത്രത്തിന്റെ ഒരു ഗ്രാമമുണ്ടായിരുന്നു. മരത്തടികളും ഇലകളും കൊണ്ട് നിർമ്മിച്ച നീണ്ട വീടുകൾ, ചോളവും പയറും മത്തങ്ങയും കൃഷി ചെയ്യുന്ന വയലുകൾ. പ്രകൃതിയോടിണങ്ങിയുള്ള അവരുടെ ജീവിതം ഇംഗ്ലീഷുകാർക്ക് കൗതുകകരമായിരുന്നു. യാത്ര തിരിക്കാൻ സമയമായപ്പോൾ അമദാസും ബാർലോയും സംതൃപ്തരായിരുന്നു. കോളനി സ്ഥാപിക്കാൻ അനുയോജ്യമായ സ്ഥലം അവർ കണ്ടെത്തിയിരിക്കുന്നു, റോനോക്ക് ദ്വീപ്. അവിടുത്തെ ജനങ്ങൾ സൗഹൃദമനസ്ഥിതിയുള്ളവരാണ്. ഭൂമി ഫലഭൂയിഷ്ടമാണ്. സ്പെയിനിന്റെ കണ്ണിൽപ്പെടാതെ ഒരു താവളം സ്ഥാപിക്കാൻ അനുയോജ്യമായ ഒരിടം. അവർ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. അവരുടെ വരവ് ലണ്ടനിൽ വലിയ വാർത്തയായി. സർ വാൾട്ടർ റാലിയുടെ മുന്നിൽ അവർ തങ്ങളുടെ കണ്ടെത്തലുകൾ നിരത്തി. പറുദീസയെക്കുറിച്ചുള്ള വർണ്ണനകൾ, കൊണ്ടുവന്ന പുകയിലയും ഉരുളക്കിഴങ്ങും, പിന്നെ ഏറ്റവും വലിയ ആകർഷണമായി മാൻഡിയോയും വാഞ്ചീസും. ഇംഗ്ലണ്ടിലെ തിരക്കേറിയ തെരുവുകളും വലിയ കെട്ടിടങ്ങളും കുതിരവണ്ടികളും ഇംഗ്ലീഷുകാരുടെ വസ്ത്രധാരണ രീതികളും ഈ 2 തദ്ദേശവാസികൾക്കും ഒരു പുതിയ ലോകമായിരുന്നു. മാൻഡിയോ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനും അവിടുത്തെ രീതികളുമായി പൊരുത്തപ്പെടാനും തുടങ്ങി. അവൻ ഇംഗ്ലീഷുകാരുടെ സാങ്കേതികവിദ്യയിലും സൈനിക ശക്തിയിലും ആകൃഷ്ടനായി. സർ വാൾട്ടർ റാലിയുമായും പിന്നീട് കോളനിയുടെ ഭാഗമായ ശാസ്ത്രജ്ഞൻ തോമസ് ഹാരിയറ്റുമായും അവൻ നല്ല ബന്ധം സ്ഥാപിച്ചു. ഇംഗ്ലീഷുകാരുമായുള്ള സഹകരണം തന്റെ ജനതയ്ക്ക് ഗുണം ചെയ്യുമെന്ന് അവൻ ആത്മാർത്ഥമായി വിശ്വസിച്ചു. എന്നാൽ വാഞ്ചീസിന്റെ അനുഭവം വ്യത്യസ്തമായിരുന്നു. ലണ്ടനിലെ ജീവിതം അവനെ അസ്വസ്ഥനാക്കി. ഇംഗ്ലണ്ടിലെ സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾ, ധനികരും ദരിദ്രരും തമ്മിലുള്ള വലിയ അന്തരം അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തന്റെ നാട്ടിൽ എല്ലാവരും ഒരുപോലെയായിരുന്നു. ഇംഗ്ലീഷുകാരുടെ ആയുധങ്ങളുടെയും കപ്പലുകളുടെയും ശക്തി അവനെ ഭയപ്പെടുത്തി. അവരുടെ സൗഹൃദത്തിനു പിന്നിൽ ഭൂമി പിടിച്ചെടുക്കാനുള്ള ആഗ്രഹമാണെന്ന് അവൻ സംശയിക്കാൻ തുടങ്ങി. തന്റെ ജനതയുടെ ഭാവി എന്താകുമെന്നോർത്ത് അവൻ ആശങ്കപ്പെട്ടു. ഈ വെള്ളക്കാർ തങ്ങളുടെ ജീവിതരീതിയെയും സംസ്കാരത്തെയും നശിപ്പിക്കുമെന്ന് അവൻ ഉള്ളിൽ ഉറച്ചു വിശ്വസിച്ചു. റാലിക്ക് മുന്നിൽ ബാർലോ നൽകിയ റിപ്പോർട്ട് തികച്ചും ശുഭകരമായിരുന്നു. തദ്ദേശവാസികളെ വളരെ മാന്യരും വിശ്വാസികളും വഞ്ചന എന്തെന്നറിയാത്തവരുമായി അവൻ വിശേഷിപ്പിച്ചു. ഈ റിപ്പോർട്ട് റാലിയെ കൂടുതൽ ആവേശഭരിതനാക്കി. ഒരു വലിയ കോളനി സ്ഥാപിക്കാനുള്ള പദ്ധതിക്ക് അദ്ദേഹം രൂപം നൽകി. ഇത്തവണ വെറും പര്യവേക്ഷകരല്ല, മറിച്ച് സൈനികരും കർഷകരും കരകൗശല വിദഗ്ധരുമടങ്ങുന്ന ഒരു സംഘത്തെ അയക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. റോനോക്ക് ദ്വീപിൽ ഒരു കോട്ട പണിത് അവിടെ സ്ഥിരമായ ഒരു ഇംഗ്ലീഷ് സാന്നിധ്യം ഉറപ്പിക്കുക. കോളനിയുടെ ഗവർണറായി നിയമിക്കപ്പെട്ടത് റാൽഫ് ലെയ്ൻ എന്ന സൈനികനായിരുന്നു. അദ്ദേഹവും ഒരു തികഞ്ഞ പട്ടാളച്ചിട്ടക്കാരനായിരുന്നു. ഈ സംഘത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ 2 വ്യക്തികൾ ശാസ്ത്രജ്ഞനായ തോമസ് ഹാരിയറ്റും കലാകാരനായ ജോൺ വൈറ്റുമായിരുന്നു. ഹാരിയറ്റിന്റെ ദൗത്യം പുതിയ ലോകത്തെ സസ്യങ്ങളെയും ജന്തുക്കളെയും കുറിച്ചു പഠിക്കുക, തദ്ദേശവാസികളുടെ ഭാഷയും സംസ്കാരവും മനസ്സിലാക്കുക എന്നതായിരുന്നു. ജോൺ വൈറ്റാകട്ടെ താൻ കാണുന്നതെല്ലാം, ആളുകൾ, ഗ്രാമങ്ങൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവ തന്റെ ജലച്ചായ ചിത്രങ്ങളിലൂടെ വരും തലമുറയ്ക്കായി രേഖപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ടു. ഈ ചിത്രങ്ങളാണ് 200-ാം നൂറ്റാണ്ടിലെ നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപം നൽകുന്നത്. ഇവരോടൊപ്പം തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങുന്ന മാൻഡിയോയും വാഞ്ചീസും കപ്പലിലുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ ജീവിതം കണ്ടുമടുത്ത വാഞ്ചീസിന്റെ മുഖത്ത് അസ്വസ്ഥത നിഴലിച്ചിരുന്നു.
ഇത്രയധികം സൈനികരുമായി വരുന്ന ഈ വെള്ളക്കാരുടെ യഥാർത്ഥ ലക്ഷ്യമെന്തായിരിക്കുമെന്ന് അവൻ ഭയന്നു. എന്നാൽ മാൻഡിയോ പ്രതീക്ഷയിലായിരുന്നു. ഇംഗ്ലീഷ് സാങ്കേതികവിദ്യയും അറിവും തന്റെ ജനതയുടെ പുരോഗതിക്ക് കാരണമാകുമെന്ന് അവൻ വിശ്വസിച്ചു. യാത്രയുടെ തുടക്കം ശുഭകരമായിരുന്നില്ല. അറ്റ്ലാന്റിക് സമുദ്രം അതിന്റെ രൗദ്രഭാവം പുറത്തെടുത്തു. ശക്തമായൊരു കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പലുകൾ ചിതറിപ്പോയി. ഗ്രെൻവില്ലിന്റെ പതാകക്കപ്പലായ ദി ടൈഗർ മറ്റു കപ്പലുകളിൽ നിന്ന് ഒറ്റപ്പെട്ടു. ആഴ്ചകൾ നീണ്ട ഏകാന്തമായ യാത്രയ്ക്ക് ശേഷം ജൂൺ മാസത്തിൽ ദി ടൈഗർ വടക്കേ അമേരിക്കയുടെ തീരത്തെത്തി. എന്നാൽ വിധി വീണ്ടും അവരെ പരീക്ഷിച്ചു. ഔട്ടർ ബാങ്ക്സിലെ അപകടം നിറഞ്ഞ മണൽത്തിട്ടകളിലൊന്നിൽ കപ്പൽ ശക്തിയായി ഇടിച്ചുനിന്നു. അപകടം ഗുരുതരമായിരുന്നു. കപ്പലിന്റെ അടിത്തട്ടിന് കേടുപാടുകൾ സംഭവിച്ചു. അതിനേക്കാൾ വലിയ നഷ്ടം അതായിരുന്നില്ല. കപ്പലിലേക്ക് കടൽ വെള്ളം ഇരച്ചുകയറി കോളനിവാസികൾക്കായി കൊണ്ടുവന്ന ഭക്ഷണസാധനങ്ങളുടെ വലിയൊരു ഭാഗം നനഞ്ഞു നശിച്ചു. പ്രത്യേകിച്ച് ഉപ്പിലിട്ട് സൂക്ഷിച്ച മാംസവും റൊട്ടി ഉണ്ടാക്കാനുള്ള ധാന്യപ്പൊടിയും അടുത്ത കൃഷിക്കായി കൊണ്ടുവന്ന വിത്തുകളും. ഈ ഒരൊറ്റ അപകടം അവർ കരയ്ക്കിറങ്ങുന്നതിന് മുൻപ് തന്നെ അവരുടെ അതിജീവന സാധ്യതകളെ സാരമായി ബാധിച്ചു. അവർ കരുതിയതിലും എത്രയോ അധികം തദ്ദേശവാസികളെ ആശ്രയിക്കേണ്ടി വരുമെന്ന് അവർക്കു മനസ്സിലായി. കേടുപാടുകൾ തീർത്ത് മറ്റു കപ്പലുകൾക്കായി കാത്ത് അവർ തീരത്ത് തങ്ങി. ഈ സമയത്താണ് വരാനിരിക്കുന്ന ദുരന്തങ്ങളുടെ ആദ്യ സൂചന നൽകിയ ആ സംഭവം നടന്നത്. ഗ്രെൻവില്ലിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ സംഘം പര്യവേക്ഷണത്തിനായി ഉൾനാടുകളിലേക്ക് പോയി. അവർ അക്വാസ്കോഗോക്ക് എന്ന ഒരു ചെറിയ തദ്ദേശീയ ഗ്രാമം സന്ദർശിച്ചു. സൗഹൃദപരമായിരുന്നു തുടക്കം. എന്നാൽ ഇംഗ്ലീഷുകാർ ഗ്രാമം വിട്ടതിനുശേഷം ഒരു ചെറിയ വെള്ളിപ്പാത്രം നഷ്ടപ്പെട്ടതായി അവർ മനസ്സിലാക്കി. ഗ്രെൻവില്ലിന്റെ സൈനിക മനസ്സ് ഉണർന്നു. ഇത് വെറുമൊരു മോഷണമല്ല, തങ്ങളുടെ അധികാരത്തോടുള്ള ഒരു വെല്ലുവിളിയായി അയാൾ അതിനെ കണ്ടു. അയാൾ ഗ്രാമത്തിലേക്ക് തിരികെ പോയി. പാത്രം തിരികെ നൽകണം എന്നാവശ്യപ്പെട്ടു. ഗ്രാമീണർക്ക് കാര്യം മനസ്സിലായോ അതോ അവർ ഭയന്നുപോയോ എന്നറിയില്ല. പാത്രം തിരികെ ലഭിച്ചില്ല. ഗ്രെൻവില്ലിന്റെ പ്രതികാരം ക്രൂരമായിരുന്നു. ഒരു വെള്ളിപ്പാത്രത്തിനു പകരമായി അയാൾ ആ ഗ്രാമം മുഴുവൻ അഗ്നിക്കിരയാക്കാൻ ഉത്തരവിട്ടു. അവരുടെ വൈക്കോൽമേഞ്ഞ വീടുകൾ നിമിഷങ്ങൾക്കുള്ളിൽ കത്തിച്ചാമ്പലായി. അതിലും ക്രൂരമായ പ്രവൃത്തി, അവരുടെ ഉപജീവനമാർഗമായിരുന്ന വിളവെടുക്കാറായ ചോളപ്പാടങ്ങൾക്കും അവർ തീയിട്ടു എന്നതാണ്. ഈ സംഭവം ആ പ്രദേശത്തെ ഗോത്രങ്ങൾക്കിടയിൽ ഒരു കാട്ടുതീ പോലെ പടർന്നു. അമാദസും ബാർനോയും ഒരു വർഷം മുൻപ് സ്ഥാപിച്ചെടുത്ത സൗഹൃദവും വിശ്വാസവും ഒറ്റ ദിവസം കൊണ്ട് ചാരമായി മാറി. ഇംഗ്ലീഷുകാർ കരുണയില്ലാത്തവരും അഹങ്കാരികളും പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിൽ പെരുമാറുന്നവരുമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. വാഞ്ചീസിന്റെ ഭയം സത്യമായി ഭവിച്ചു. ഈ വെള്ളക്കാർ സമാധാനത്തിനല്ല, നാശത്തിനാണ് വന്നിരിക്കുന്നതെന്ന് അവൻ തന്റെ ജനതയോട് പറഞ്ഞു. അവൻ ഇംഗ്ലീഷുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് അവരെ പ്രതിരോധിക്കാൻ മറ്റു ഗോത്രങ്ങളെ ഒരുമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. മാൻഡിയോ ആകെ ആശയക്കുഴപ്പത്തിലായി. ഇംഗ്ലീഷുകാരുടെ പ്രവൃത്തി അവനെ വേദനിപ്പിച്ചു. എന്നാൽ അതേസമയം അവൻ അവരുമായുള്ള ബന്ധം നിലനിർത്താൻ ശ്രമിച്ചു. ഇരുവിഭാഗത്തിനുമിടയിൽ ഒരു മധ്യസ്ഥനാകാൻ അവൻ വൃഥാ ശ്രമിച്ചു. ഓഗസ്റ്റ് മാസത്തോടെ ചിതറിപ്പോയ മറ്റു കപ്പലുകളും റോനോക്ക് ദ്വീപിൽ എത്തിച്ചേർന്നു. ഗ്രെൻവിൽ, റാൽഫ് ലെയ്നിന്റെ നേതൃത്വത്തിൽ 107 പുരുഷന്മാരെ റോനോക്ക് ദ്വീപിൽ പാർപ്പിക്കാൻ തീരുമാനിച്ചു. അവർ ഉടൻ തന്നെ ഒരു കോട്ടയുടെ പണി ആരംഭിച്ചു. പുറത്തുനിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മൺതിട്ടകളും മരക്കുറ്റികളും കൊണ്ട് ഒരു ചെറിയ കോട്ട അവർ നിർമ്മിച്ചു. ഇതാണ് ചരിത്രത്തിൽ ഫോർട്ട് റാലി എന്നറിയപ്പെടുന്നത്. തന്റെ ദൗത്യം പൂർത്തിയായി എന്ന് കരുതിയ ഗ്രെൻവിൽ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. കൂടുതൽ ഭക്ഷണസാധനങ്ങളും അവശ്യവസ്തുക്കളുമായി അടുത്ത വർഷം ഈസ്റ്ററിന് 1586 ഏപ്രിൽ മുൻപ് താൻ തിരിച്ചെത്തുമെന്ന് അയാൾ ലേനിനും കൂട്ടർക്കും വാഗ്ദാനം നൽകി. അങ്ങനെ 1585 സെപ്റ്റംബറിൽ സർ റിച്ചാർഡ് ഗ്രെൻവിൽ തന്റെ കപ്പലുകളുമായി ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. ഇപ്പോൾ 107 ഇംഗ്ലീഷുകാർ പുതിയ ലോകത്ത് തനിച്ചായി. അവർക്ക് ചുറ്റും അപരിചിതമായ, ഇപ്പോൾ ശത്രുതാപരമായ ഒരു ലോകം. അവരുടെ ഭക്ഷണശേഖരം പരിമിതമായിരുന്നു. വെള്ളിപ്പാത്രത്തിന്റെ സംഭവം കാരണം തദ്ദേശവാസികൾ അവരുമായി വ്യാപാരം നടത്താൻ മടിച്ചു. അവർക്ക് ഭക്ഷണം നൽകാൻ വിസമ്മതിച്ചു. ഒരു വർഷം മുൻപ് ബാർലോ വർണ്ണിച്ച ആ പറുദീസ ഇപ്പോൾ അവർക്ക് ഒരു തടവറയായി അനുഭവപ്പെട്ടു തുടങ്ങി. റാൽഫ് ലെയ്ൻ ഒരു സൈനികനായിരുന്നു. അയാൾക്ക് നയതന്ത്രത്തെക്കാൾ അറിയാവുന്നത് ബലപ്രയോഗമായിരുന്നു. ഭക്ഷണത്തിനായി അയാൾ തദ്ദേശവാസികളെ ഭീഷണിപ്പെടുത്താനും അവരുടെ ഗ്രാമങ്ങൾ കൊള്ളയടിക്കാനും തുടങ്ങി. ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. സെക്കോട്ടൻ ഗോത്രത്തിന്റെ തലവനായ വിങ്കിന് പിന്നീട് പെമിസപ്പാൻ എന്ന് പേരുമാറ്റി ഇംഗ്ലീഷുകാരുടെ കടുത്ത ശത്രുവായി മാറി. വാഞ്ചീസിന്റെ സഹായത്തോടെ അയാൾ ഇംഗ്ലീഷ് കോട്ട ആക്രമിക്കാൻ ഒരു രഹസ്യ പദ്ധതി തയ്യാറാക്കി. അതേസമയം
തോമസ് ഹാരിയറ്റും ജോൺ വൈറ്റും തങ്ങളുടെ ജോലി തുടർന്നു. ഹാരിയറ്റ് മാൻഡ്രിയോയുടെ സഹായത്തോടെ അൽഗോങ്കിയൻ ഭാഷ പഠിക്കുകയും അവരുടെ ജീവിതരീതികൾ രേഖപ്പെടുത്തുകയും ചെയ്തു. വൈറ്റ് തന്റെ മനോഹരമായ ചിത്രങ്ങളിലൂടെ ആ ലോകം ഒപ്പിയെടുത്തു. എന്നാൽ ഈ ശാസ്ത്രീയ കലാപരമായ പ്രവർത്തനങ്ങൾക്കൊന്നും കോളനിയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. വിശപ്പും വർദ്ധിച്ചുവരുന്ന ശത്രുതയും. 1585 ശൈത്യകാലം റോണോക്ക് ദ്വീപിലെ 1007 ഇംഗ്ലീഷുകാർക്ക് ദുരിതപൂർണമായിരുന്നു. തണുപ്പും വിശപ്പും അവരുടെ ധൈര്യത്തെ കാർന്നു തിന്നു. കപ്പൽ ഛേദത്തിൽ നഷ്ടപ്പെട്ട ഭക്ഷണസാധനങ്ങളുടെ കുറവ് അവർക്ക് ശരിക്കും അനുഭവപ്പെട്ടു തുടങ്ങി. സ്വന്തമായി കൃഷി ചെയ്ത് വിളവെടുക്കാനുള്ള അറിവോ പരിചയമോ ഈ സൈനികർക്ക് കുറവായിരുന്നു. അവർ കൊണ്ടുവന്ന വിത്തുകളാകട്ടെ കടൽവെള്ളം കയറി നശിക്കുകയും ചെയ്തു. അതിജീവനത്തിനായി അവർക്കു മുന്നിൽ രണ്ട് വഴികളേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ചുറ്റുമുള്ള കാടുകളിൽ നിന്നും നദികളിൽ നിന്നും ഭക്ഷണം കണ്ടെത്തുക, അല്ലെങ്കിൽ തദ്ദേശവാസികളുമായി വ്യാപാരം നടത്തുക. എന്നാൽ സർ റിച്ചാർഡ് ഗ്രൻവിൽ അക്വാസ്കോഗോ ഗ്രാമം അഗ്നിക്കിരയാക്കിയ സംഭവം രണ്ടാമത്തെ വഴി ഏതാണ്ട് പൂർണ്ണമായും അടച്ചിരുന്നു. ആ പ്രദേശത്തെ ഏറ്റവും ശക്തമായ ഗോത്രമായ സെക്കോട്ടന്റെ തലവൻ വിങ്കിന ഇംഗ്ലീഷുകാരെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അയാൾ തന്റെ ജനതയോട് ഇംഗ്ലീഷുകാർക്ക് ഭക്ഷണം നൽകുന്നത് നിർത്താൻ കൽപ്പിച്ചു. വ്യാപാരത്തിനായി ചെല്ലുന്ന ഇംഗ്ലീഷുകാരെ അവർ അവഗണിച്ചു. ചിലപ്പോൾ ഭീഷണിപ്പെടുത്തി ഓടിച്ചു. ഒരു വർഷം മുൻപ് ഇംഗ്ലീഷുകാരെ അത്ഭുതപ്പെടുത്തിയ ആ ഉദാരമനസ്കരായ ജനത ഇപ്പോൾ ശത്രുക്കളായി മാറിയിരുന്നു. ഗവർണർ റാൽഫ് ലെയ്ൻ ഒരു സൈനികനായിരുന്നു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുന്നതിനു പകരം ബലപ്രയോഗത്തിലൂടെ തങ്ങളുടെ ആവശ്യം നേടിയെടുക്കാനാണ് അയാൾ ശ്രമിച്ചത്. അയാൾ ചെറിയ സൈനിക സംഘങ്ങളെ തദ്ദേശ ഗ്രാമങ്ങളിലേക്കയച്ച് ചോളവും മറ്റ് ഭക്ഷണസാധനങ്ങളും പിടിച്ചെടുക്കാൻ തുടങ്ങി. ഇത് തദ്ദേശവാസികളുടെ രോഷം ആളിക്കത്തിച്ചു. പലയിടത്തും ചെറിയ ഏറ്റുമുട്ടലുകളുണ്ടായി. കാട്ടിൽ ഒറ്റയ്ക്ക് പോകുന്ന ഇംഗ്ലീഷുകാർ അപ്രത്യക്ഷരാകാൻ തുടങ്ങി. കോട്ടയ്ക്ക് പുറത്തിറങ്ങുന്നതുപോലും അപകടകരമായി. ഈ സംഘർഷങ്ങൾക്കിടയിലും മാൻഡിയോ ഇംഗ്ലീഷുകാരോടുള്ള തന്റെ കൂറ് തുടർന്നു. അവൻ അവർക്ക് ഒരു വഴികാട്ടിയും ദുഘാഷിയുമായി പ്രവർത്തിച്ചു. ഏതൊക്കെ ഗോത്രങ്ങൾ അല്പമെങ്കിലും സൗഹൃദം കാണിക്കുന്നുണ്ടെന്നും എവിടെയൊക്കെ ഭക്ഷണം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അവൻ ലെയ്നിന് പറഞ്ഞുകൊടുത്തു. എന്നാൽ വാഞ്ചീസ് നേരെ മറിച്ച് ഇംഗ്ലീഷ് വിരുദ്ധ മുന്നണിയുടെ ബുദ്ധികേന്ദ്രമായി മാറി. ഇംഗ്ലണ്ടിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, അവരുടെ സൈനിക തന്ത്രങ്ങൾ, അവരുടെ ചിന്താരീതികൾ അവൻ തന്റെ ജനതയ്ക്കു വേണ്ടി ഉപയോഗിച്ചു. ഇംഗ്ലീഷുകാരെ ദ്വീപിൽ നിന്ന് തുരത്താൻ അവൻ വിങ്കിനയെ പ്രേരിപ്പിച്ചു. വിശപ്പ് രൂക്ഷമായതോടെ ലെയ്ൻ ഒരു കടുത്ത തീരുമാനമെടുത്തു. അയാൾ തന്റെ ആളുകളെ പല സംഘങ്ങളായി തിരിച്ച് ഭക്ഷണം തേടി ഔട്ടർ ബാങ്ക്സിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു. ഒരു സംഘം വടക്കോട്ട് പോയി, മറ്റൊന്ന് തെക്കോട്ട്. കുറച്ചുപേർ ഞണ്ടും ചിപ്പിയും പെറുക്കി ജീവിക്കാനായി തീരത്ത് തങ്ങി. കോട്ടയിൽ ലെയ്നും ഏതാനും സൈനികരും മാത്രം കാവലിരുന്നു. കോളനി എന്ന നിലയിൽ നിന്ന് ചിതറിപ്പോയ ഒരു കൂട്ടം പട്ടിണിപ്പാവങ്ങളുടെ അവസ്ഥയിലേക്ക് അവർ താഴ്ന്നുപോയിരുന്നു. ഇതിനിടയിൽ സ്വർണത്തെക്കുറിച്ചുള്ള മോഹം ലെയ്നിനെ വിടാതെ പിന്തുടർന്നു. തദ്ദേശവാസികളിൽ നിന്ന് ലഭിച്ച ചില അഭ്യൂഹങ്ങളെ വിശ്വസിച്ച് റോനോക്ക് ദ്വീപിന് പടിഞ്ഞാറ് ചോവാനോക്ക് നദിയുടെ ഉത്ഭവസ്ഥാനത്ത് വലിയൊരു സ്വർണ്ണഖനിയുണ്ടെന്ന് അയാൾ കരുതി. വിശക്കുന്ന തന്റെ ആളുകളെക്കുറിച്ച് ചിന്തിക്കുന്നതിനു പകരം ഈ മിഥ്യാസ്വർണം കണ്ടെത്താനായി ഒരു പര്യവേക്ഷണ സംഘത്തെ അയക്കാൻ ലെയ്ൻ തീരുമാനിച്ചു. ഇത് തികച്ചും വിവേകശൂന്യമായ ഒരു നീക്കമായിരുന്നു. എന്നാൽ ഈ പര്യവേക്ഷണ പദ്ധതിക്ക് പിന്നിൽ വിൻഗിനയുടെ ഒരു കെണിയുണ്ടായിരുന്നു. ഇംഗ്ലീഷുകാർ സ്വർണത്തിലും സമ്പത്തിലും ആർത്തി പൂണ്ടവരാണെന്ന് മനസ്സിലാക്കിയ അയാൾ മനഃപൂർവ്വം അങ്ങനെയൊരു കഥ പ്രചരിപ്പിക്കുകയായിരുന്നു. ലെയ്നും സംഘവും കോട്ട വിട്ട് ഉൾനാടുകളിലേക്ക് പോകുമ്പോൾ അവരെ പതിയിരുന്ന് ആക്രമിച്ച് നശിപ്പിക്കുക എന്നതായിരുന്നു വിൻഗിനയുടെയും വാഞ്ചീസിന്റെയും പദ്ധതി. 1586 വസന്തത്തിന്റെ തുടക്കത്തിൽ ലെയ്ൻ തന്നെ ഏതാനും സൈനികരുമായി ആ യാത്രയ്ക്ക് പുറപ്പെട്ടു. എന്നാൽ അവർക്ക് അധിക ദൂരം പോകാനായില്ല. വഴിയിൽ വെച്ച് തദ്ദേശവാസികൾ അവരെ ആക്രമിച്ചു. ഭക്ഷണവും സഹായവും നൽകാതെ അവരെ ഒറ്റപ്പെടുത്തി. അവസാനം സ്വന്തം വേട്ടപ്പട്ടികളെ വരെ കൊന്നു തിന്ന ശേഷം പരാജയപ്പെട്ട് പട്ടിണിക്കോലങ്ങളായി അവർക്ക് കോട്ടയിലേക്ക് മടങ്ങേണ്ടി വന്നു. കോട്ടയിൽ തിരിച്ചെത്തിയ ലെയ്നിനെ കാത്തിരുന്നത് കൂടുതൽ മോശം വാർത്തകളായിരുന്നു. വിൻഗിന തന്റെ പേര് പെമിസാപ്പൻ, അവരെ നിരീക്ഷിക്കുന്നവൻ എന്നർത്ഥം, എന്നുമാറ്റി ഇംഗ്ലീഷുകാർക്കെതിരെ ഒരു വലിയ സഖ്യം രൂപീകരിച്ചിരുന്നു. സമീപത്തുള്ള പല ഗോത്രങ്ങളെയും അയാൾ ഒന്നിപ്പിച്ചു. അവരുടെ പദ്ധതി ഇതായിരുന്നു: റോനോക്ക് ദ്വീപിൽ ഇംഗ്ലീഷുകാർക്ക് ചോളം നടാനുള്ള സ്ഥലം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുക. അവർ കോട്ടയ്ക്ക് പുറത്ത് ആയുധങ്ങളില്ലാതെ കൃഷിപ്പണിക്ക് വരുമ്പോൾ അവരെ ഒന്നടങ്കം ആക്രമിച്ച് കൊലപ്പെടുത്തുക. ഈ ഗൂഢാലോചനയെക്കുറിച്ച് മാൻഡിയോ വഴി ലെയ്നിന് വിവരം ലഭിച്ചു. ഇനി കാത്തിരിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് അയാൾക്ക് മനസ്സിലായി.
ശത്രുക്കൾ ആക്രമിക്കുന്നതിനു മുൻപ് താൻ അവരെ ആക്രമിക്കണം. 1586 ജൂൺ 1 ലെയ്ൻ ഒരു ചർച്ചയ്ക്കെന്ന വ്യാജേന പെമിസാപ്പന്റെ ഗ്രാമത്തിലേക്ക് പോയി. സംഭാഷണത്തിനിടയിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു അടയാളം കൊടുത്തുകൊണ്ട് ലെയ്നും കൂട്ടാളികളും ഒളിപ്പിച്ചുവെച്ച തോക്കുകളെടുത്ത് പെമിസാപ്പനെയും അവന്റെ പ്രധാന ഉപദേശകരെയും വെടിവെച്ചു കൊന്നു. പെമിസാപ്പന്റെ തലയറുത്ത് അതൊരു കുന്തത്തിൽ കോർത്ത് അവർ കോട്ടയ്ക്കു മുന്നിൽ പ്രദർശിപ്പിച്ചു. തങ്ങളുടെ ശത്രുക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പായി. ഈ ക്രൂരമായ പ്രവൃത്തി തൽക്കാലത്തേക്ക് ഇംഗ്ലീഷുകാരെ രക്ഷിച്ചു. തദ്ദേശീയരുടെ ആക്രമണ പദ്ധതി തകർന്നു. എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ അതവർക്കൊരു ഗുണവും ചെയ്തില്ല. സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള അവസാന സാധ്യതയും അതോടെ ഇല്ലാതായി. അവരിപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ചുറ്റുമുള്ള എല്ലാ ഗോത്രങ്ങളും അവരുടെ ചോരയ്ക്കായി ദാഹിച്ചു. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഏപ്രിൽ മാസം കഴിഞ്ഞിട്ടും ഗ്രൻവില്ലിന്റെ കപ്പലുകൾ വന്നില്ല. അവരുടെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു തുടങ്ങിയിരുന്നു. തങ്ങൾ ഈ ശത്രുതാപരമായ മണ്ണിൽ മരിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്നവർ കരുതി. അങ്ങനെയിരിക്കെ 1586 ജൂൺ 8 തീർത്തും അപ്രതീക്ഷിതമായി ദൂരക്കടലിൽ ഒരു കൂട്ടം പായ്ക്കപ്പലുകൾ പ്രത്യക്ഷപ്പെട്ടു. അത് ഗ്രൻവില്ലിന്റേതായിരുന്നില്ല. അത് സർ ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന പ്രശസ്തനായ ഇംഗ്ലീഷ് നാവികന്റെയും കടൽക്കൊള്ളക്കാരന്റെയും കപ്പൽ വ്യൂഹമായിരുന്നു. സ്പെയിനിന്റെ കരീബിയൻ കോളനികൾ ആക്രമിച്ച് കൊള്ളയടിച്ചു മടങ്ങുകയായിരുന്നു ഡ്രേക്ക്. വഴിക്ക് റോണോക്കിലെ ഇംഗ്ലീഷ് കോളനിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അവർക്കെന്തെങ്കിലും സഹായം വേണമോ എന്നറിയാൻ വന്നതായിരുന്നു ഡ്രേക്ക്. ലെയ്നിനും കൂട്ടർക്കും ഇത് ദൈവമയച്ച രക്ഷകരെ പോലെ തോന്നി. ഡ്രേക്ക് അവർക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. ഒരു കപ്പൽ, ഏതാനും ബോട്ടുകൾ, 1 മാസത്തേക്കുള്ള ഭക്ഷണം, പുതിയ ആളുകൾ, ഇതെല്ലാം നൽകി കോളനി തുടരാൻ സഹായിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ലെയ്ൻ അത് സന്തോഷമായി സ്വീകരിച്ചു. കോളനി ഉപേക്ഷിക്കാൻ അയാൾക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ വിധി വീണ്ടും അവർക്കെതിരെ തിരിഞ്ഞു. ഡ്രേക്കിന്റെ കപ്പലുകൾ നങ്കൂരമിട്ടിരുന്ന സമയത്ത് ഭയാനകമായ ഒരു ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. 3 ദിവസം നീണ്ടിരുന്ന കൊടുങ്കാറ്റിൽ ലെയ്നിനു വേണ്ടി നൽകാൻ തീരുമാനിച്ചിരുന്ന ഫ്രാൻസിസ് എന്ന കപ്പൽ അതിലുണ്ടായിരുന്ന ആളുകളോടും സാധനങ്ങളോടും കൂടി കടലിലേക്ക് ഒഴുകിപ്പോയി. മറ്റു കപ്പലുകൾക്കും നാശനഷ്ടങ്ങളുണ്ടായി. ഈ പുതിയ തിരിച്ചടി കോളനിവാസികളുടെ മനോവീര്യം പാടെ തകർത്തു. ഇത് ദൈവം തങ്ങൾക്ക് നൽകുന്ന ഒരടയാളമാണെന്ന് അവർ വിശ്വസിച്ചു. ഈ നാട് ശപിക്കപ്പെട്ടതാണെന്നും ഇവിടെ തുടർന്നാൽ തങ്ങൾ നശിക്കുമെന്നും അവർ ഉറപ്പിച്ചു. അവർ ഡ്രേക്കിനോട് ഒരൊറ്റ കാര്യം യാചിച്ചു: തങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഇംഗ്ലണ്ടിലേക്ക് തിരികെ കൊണ്ടുപോകണം. ലെയ്നിനെ അവരെ എതിർക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ സ്വന്തം ധൈര്യവും ചോർന്നുപോയിരുന്നു. മനസ്സില്ലാ മനസ്സോടെ അയാൾ ആ തീരുമാനത്തിന് വഴങ്ങി. 1586 ജൂൺ 18 റോണോക്ക് ദ്വീപിൽ 1 വർഷത്തോളം നീണ്ട ദുരിതപൂർണമായ ജീവിതം അവസാനിപ്പിച്ച് റാൽഫ് ലെയ്നും അവശേഷിച്ച കോളനിവാസികളും സർ ഫ്രാൻസിസ് ഡ്രേക്കിന്റെ കപ്പലുകളിൽ കയറി ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിച്ചു. അവർ തിടുക്കത്തിൽ കോട്ട ഉപേക്ഷിച്ചുപോയി. പിന്നിൽ തങ്ങളുടെ കഷ്ടപ്പാടുകളുടെയും പരാജയത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി ഒരൊഴിഞ്ഞ കോട്ടയും ഏതാനും കെട്ടിടങ്ങളും മാത്രം. തോമസ് ഹാരിയറ്റിന്റെ വിലപ്പെട്ട ഗവേഷണക്കുറിപ്പുകളും ജോൺ വൈറ്റിന്റെ അതുല്യമായ ചിത്രങ്ങളിൽ പലതും ആ തിടുക്കത്തിൽ നഷ്ടപ്പെട്ടു. സർ വോൾട്ടർ റാലിയുടെ ആദ്യത്തെ കോളനി ഒരു സമ്പൂർണ്ണ പരാജയമായി അവസാനിച്ചു. എന്നാൽ കഥ അവിടെ തീരുന്നില്ലായിരുന്നു. അവർ പോയി ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഗ്രൻവില്ലിന്റെ സഹായക്കപ്പൽ ഒടുവിൽ റോവാനോക്കിലെത്തി. അയാൾ കണ്ടത് ഒഴിഞ്ഞ കോട്ടയും വിജനമായ ദ്വീപുമാണ്. കോളനിവാസികൾ എവിടെ പോയെന്നറിയാതെ അയാൾ കുഴങ്ങി. കോളനിയുടെ അവകാശം നഷ്ടപ്പെടാതിരിക്കാൻ 15 സൈനികരെ അവിടെ നിർത്തി ഭക്ഷണസാധനങ്ങളും നൽകി ഗ്രൻവിൽ ഇംഗ്ലണ്ടിലേക്കു മടങ്ങി. ഈ 15 പേർക്ക് എന്ത് സംഭവിച്ചു എന്നത് മറ്റൊരു ദുരൂഹതയായി അവശേഷിക്കുന്നു. റാൽഫ് ലെയ്നും കൂട്ടരും ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയപ്പോൾ കൊണ്ടുവന്നത് പരാജയത്തിന്റെ കഥകളായിരുന്നു. വിശപ്പും രോഗവും തദ്ദേശവാസികളുമായുള്ള നിരന്തര സംഘർഷങ്ങളും നിറഞ്ഞ ഒരു വർഷത്തിന്റെ ഓർമ്മകൾ. സർ വോൾട്ടർ റാലിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയുടെ ആദ്യഘട്ടം പരാജയപ്പെട്ടിരിക്കുന്നു. പണവും പ്രയത്നവും പാഴായി. പലരും റാലിയെ പരിഹസിച്ചു. അമേരിക്കയിൽ കോളനി സ്ഥാപിക്കുക എന്നത് ഇംഗ്ലണ്ടിന് സാധിക്കാത്ത കാര്യമാണെന്ന് വാദിച്ചു. എന്നാൽ റാലി തളർന്നില്ല. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവനായിരുന്നു യഥാർത്ഥ സാഹസികൻ. ലെയ്നിന്റെ കോളനി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം വിശകലനം ചെയ്തു. പ്രധാനമായും 3 കാരണങ്ങൾ അദ്ദേഹം കണ്ടെത്തി. ഒന്നാമതായി, കോളനിയിലെ അംഗങ്ങൾ മിക്കവാറും സൈനികരായിരുന്നു. അവർക്ക് കൃഷി ചെയ്യാനോ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനോ അറിയില്ലായിരുന്നു. അവരുടെ ചിന്ത മുഴുവൻ സ്വർണം കണ്ടെത്തുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്നതായിരുന്നു. രണ്ടാമതായി, അവർക്ക് സ്ത്രീകളും കുടുംബങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരു സ്ഥലത്ത് സ്ഥിരമായി വേരുറപ്പിക്കാൻ കുടുംബബന്ധങ്ങൾ അത്യാവശ്യമാണെന്ന് റാലി മനസ്സിലാക്കി. പുരുഷന്മാർ മാത്രമുള്ള ഒരു സൈനിക താവളം ഒരിക്കലും ഒരു യഥാർത്ഥ കോളനിയായി മാറില്ല. മൂന്നാമതായി,
അവരുടെ സ്ഥാനം റോണോക്ക് ദ്വീപ് ഒരു വലിയ തുറമുഖത്തിന് അനുയോജ്യമായിരുന്നില്ല. ഔട്ടർ ബാങ്ക്സിലെ അപകടം പിടിച്ച മണൽത്തിട്ടകൾ കാരണം വലിയ കപ്പലുകൾക്ക് സുരക്ഷിതമായി അടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ തിരിച്ചറിവുകളിൽ നിന്ന് റാലി ഒരു പുതിയ, കൂടുതൽ മെച്ചപ്പെട്ട പദ്ധതിക്ക് രൂപം നൽകി. ഇത്തവണ ഒരു സൈനിക മുന്നേറ്റമായല്ല, മറിച്ച് ഒരു യഥാർത്ഥ നഗരം സ്ഥാപിക്കാനുള്ള ശ്രമമായാണ് അദ്ദേഹം ഇതിനെ കണ്ടത്. സിറ്റി ഓഫ് റാലി എന്നു പേരിട്ട ഈ പുതിയ സംരംഭത്തിൽ പുരുഷന്മാരെ കൂടാതെ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചു. കർഷകർ, ആശാരിമാർ, കൽപ്പണിക്കാർ, തുന്നൽക്കാർ എന്നിങ്ങനെ ഒരു സമൂഹം നിലനിൽക്കാൻ ആവശ്യമായ എല്ലാത്തരം ആളുകളെയും ഉൾപ്പെടുത്തി ഒരു സ്വയം പര്യാപ്ത കോളനിയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈ പുതിയ ദൗത്യത്തിന്റെ നേതൃത്വം അദ്ദേഹം ഏൽപ്പിച്ചത് ലെയ്നിനെപ്പോലെ ഒരു സൈനികനെയല്ല, മറിച്ച് ഒരു കലാകാരനും റാലിയുടെ സുഹൃത്തും ആദ്യത്തെ യാത്രയിലെ അംഗവുമായിരുന്ന ജോൺ വൈറ്റിനെയാണ്. വൈറ്റ് ഒരു സൗമ്യനും നയതന്ത്രജ്ഞനുമായിരുന്നു. തദ്ദേശവാസികളുമായി സൗഹൃദം സ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സൈനിക ബലപ്രയോഗത്തെക്കാൾ സഹകരണമാണ് വേണ്ടതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വൈറ്റിനെ ഈ ദൗത്യമേൽപ്പിച്ചതിലൂടെ റാലി തന്റെ പുതിയ കോളനിയുടെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായൊരു സന്ദേശം നൽകുകയായിരുന്നു. കോളനി സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലവും മാറി. റോണോക്ക് ദ്വീപിന്റെ ദുരനുഭവങ്ങൾ കാരണം കൂടുതൽ വടക്കോട്ട് ഇന്നത്തെ വിർജീനിയയിലെ ചെസപ്പീക്ക് ഉൾക്കടൽ പ്രദേശത്ത് കോളനി സ്ഥാപിക്കാനാണ് വൈറ്റിന് നിർദ്ദേശം ലഭിച്ചത്. അവിടത്തെ വിശാലമായ ഉൾക്കടൽ വലിയ കപ്പലുകൾക്ക് സുരക്ഷിതമായ തുറമുഖം നൽകുമെന്നും ഭൂമി കൂടുതൽ ഫലഭൂയിസ്ഥമാണെന്നും അവർ കണക്കുകൂട്ടി. 1587 മെയ് 8-ന് 3 കപ്പലുകളിലായി 117 പേരടങ്ങുന്ന സംഘം ഇംഗ്ലണ്ടിൽ നിന്ന് യാത്ര തിരിച്ചു. ഇതിൽ 90 പുരുഷന്മാരും 17 സ്ത്രീകളും 11 കുട്ടികളും ഉൾപ്പെട്ടിരുന്നു. ജോൺ വൈറ്റിന്റെ ഗർഭിണിയായ മകൾ എലനോർ ഡെയറും അവളുടെ ഭർത്താവ് അനനിയാസ് ഡെയറും ഈ സംഘത്തിലുണ്ടായിരുന്നു. ഇത് വെറുമൊരു യാത്രയായിരുന്നില്ല, അതൊരു പലായനം കൂടിയായിരുന്നു. ഇംഗ്ലണ്ടിലെ തങ്ങളുടെ പഴയ ജീവിതം ഉപേക്ഷിച്ച് പുതിയ ലോകത്ത് ഒരു പുതിയ ഭാവി കെട്ടിപ്പടുക്കാനുള്ള പ്രതീക്ഷയുമായാണ് അവർ കപ്പൽ കയറിയത്. ഓരോ കുടുംബത്തിനും 500 ഏക്കർ ഭൂമി വാഗ്ദാനം ചെയ്തിരുന്നു. അതവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരവസരമായിരുന്നു. യാത്രയുടനീളം ജോൺ വൈറ്റിന്റെ മനസ്സിൽ ചില ആശങ്കകളുണ്ടായിരുന്നു. കപ്പലുകളുടെ പൈലറ്റായിരുന്നത് സിമോൺ ഫെർണാണ്ടസ് എന്ന പോർച്ചുഗീസുകാരനായിരുന്നു. റാലിയുടെ വിശ്വസ്തനാണെങ്കിലും ഫെർണാണ്ടസിന് സ്വന്തമായ താൽപ്പര്യങ്ങളുണ്ടായിരുന്നു. കരീബിയൻ കടലിൽ സ്പാനിഷ് കപ്പലുകൾ കൊള്ളയടിക്കുന്നതിലായിരുന്നു അയാൾക്ക് കൂടുതൽ താൽപ്പര്യം. കോളനി സ്ഥാപിക്കുന്നതിനേക്കാൾ പ്രാധാന്യം അയാൾ നൽകിയത് അതിനായിരുന്നു. അവരുടെ ആദ്യത്തെ ലക്ഷ്യം റോണോക്ക് ദ്വീപായിരുന്നു. ലെയ്നിന്റെ കോളനി പരാജയപ്പെട്ടപ്പോൾ ഗ്രെൻവിൽ അവിടെ നിർത്തിപ്പോയ 15 സൈനികരെ കണ്ടെത്തി അവരെയും പൊട്ടി ചെസപ്പീക്കിലേക്ക് പോകുക എന്നതായിരുന്നു പദ്ധതി. ഒപ്പം ഇംഗ്ലീഷുകാരുമായി സൗഹൃദം പുലർത്തിയിരുന്ന മാൻഡിയോയുടെ ഗോത്രമായ ക്രൊവാറ്റോൺ ദ്വീപിലിറങ്ങി അവരുടെ സഹായം തേടാനും വൈറ്റ് തീരുമാനിച്ചിരുന്നു. മാൻഡിയോയും ഈ യാത്രയിൽ അവർക്കൊപ്പമുണ്ടായിരുന്നു. തന്റെ ജനതയും ഇംഗ്ലീഷുകാരും തമ്മിൽ സമാധാനപരമായ ഒരു സഹവർത്തിത്വം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവൻ കൈവിട്ടിരുന്നില്ല. എന്നാൽ 1587 ജൂലൈ 22-ന് അവർ റോണോക്ക് ദ്വീപിലെത്തിയപ്പോൾ കാര്യങ്ങൾ അവർ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. പൈലറ്റ് സിമോൺ ഫെർണാണ്ടസ് ഒരു അപ്രതീക്ഷിത തീരുമാനം പ്രഖ്യാപിച്ചു. യാത്ര ചെയ്യാൻ വേനൽക്കാലം അവസാനിക്കാറായെന്നും ഇനിയും വടക്കോട്ടെ ചെസപ്പീക്കിലേക്ക് പോകാൻ തനിക്ക് സമയമില്ലെന്നും അയാൾ വാശിപിടിച്ചു. കോളനിവാസികളെ റോണോക്ക് ദ്വീപിൽ തന്നെ ഇറക്കി തനിക്ക് വേഗം കരീബിയനിലേക്ക് പോകണമെന്ന് അയാൾ ശഠിച്ചു. ജോൺ വൈറ്റ് സ്തബ്ധനായിപ്പോയി. ഇത് റാലിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. റോണോക്ക് ദ്വീപ് ഒരു മോശം തുടക്കത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. അവിടെ മുട്ടും സുരക്ഷിതമല്ലെന്ന് വൈറ്റിനറിയാമായിരുന്നു. അയാൾ ഫെർണാണ്ടസുമായി തർക്കിച്ചു. എന്നാൽ ഫെർണാണ്ടസ് വഴങ്ങിയില്ല. ഒരു നാവിക കലാപത്തിന്റെ വക്കോളമെത്തിയ ആ സാഹചര്യത്തിൽ വൈറ്റിന് മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. മനസ്സില്ലാ മനസ്സോടെ അയാൾ തന്റെ ആളുകളെ റോണോക്ക് ദ്വീപിലിറക്കാൻ സമ്മതിച്ചു. ഈ ഒരൊറ്റ തീരുമാനം ഒരുപക്ഷേ ആ കോളനിയുടെ ഭാവിയെ മാറ്റിമറിച്ചു. അവർ കരയ്ക്കിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ലെയ്ൻ ഉപേക്ഷിച്ചുപോയ കോട്ടയും കെട്ടിടങ്ങളും ജീർണാവസ്ഥയിലായിരുന്നു. കാടുപിടിച്ചു കിടക്കുന്ന പരിസരം, എല്ലായിടത്തും ഒരു ശ്മശാനമൂകത. അതിനേക്കാൾ ഭീകരമായ കാഴ്ച ഗ്രെൻവിൽ നിർത്തിപ്പോയ 15 സൈനികരിൽ ഒരാളുടെ അസ്ഥികൂടമായിരുന്നു. അവർക്കെന്ത് സംഭവിച്ചു എന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അത്. പിന്നീട് മാൻഡിയോ വഴി അവർക്ക് വിവരം ലഭിച്ചു. സെക്കോട്ടൻ ഗോത്രവും വാഞ്ചീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യവും ചേർന്ന് ആ ചെറിയ സൈനിക താവളം ആക്രമിച്ച് അവരെ കൊലപ്പെടുത്തുകയോ ഓടിച്ചുവിടുകയോ ചെയ്തിരുന്നു. പുതിയ തുടക്കത്തിന്റെ എല്ലാ പ്രതീക്ഷകളും ആ നിമിഷം തകർന്നു.
അവരൊരു ശത്രുതാപരമായ മണ്ണിലാണ് എത്തിയിരിക്കുന്നത്. എന്നിട്ടും അവർക്ക് മുന്നോട്ടു പോയേ മതിയാവുകയുണ്ടായിരുന്നുള്ളൂ. ജോൺ വൈറ്റിന്റെ നേതൃത്വത്തിൽ അവർ തകർന്ന വീടുകൾ നന്നാക്കാനും കോട്ട പുനർനിർമ്മിക്കാനും തുടങ്ങി. ലെയ്നിന്റെ സൈനിക താവളത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഗ്രാമത്തിന്റെ പ്രതീതിയുണ്ടാക്കാൻ അവർ ശ്രമിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സാന്നിധ്യം ആ അന്തരീക്ഷത്തിന് ഒരു പുതിയ മാനം നൽകി. അവർക്ക് സൗഹൃദം തേടി സമീപിക്കാൻ ഒരേ ഒരു ഗോത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മാൻഡിയോയുടെ ക്രൊവാറ്റോൺ ഗോത്രം. മാൻഡിയോ മുൻകൈയെടുത്ത അവരുമായി ബന്ധപ്പെട്ടു. ക്രൊവാറ്റോൺകാർ ഇംഗ്ലീഷുകാരെ സഹായിക്കാൻ തയ്യാറായി. അവർ ഭക്ഷണവും മറ്റ് സഹായങ്ങളും നൽകി. ഈ സൗഹൃദം അരക്കിട്ടുറപ്പിക്കാനായി ജോൺ വൈറ്റ് സർ വാൾട്ടർ റാലിയുടെ നിർദ്ദേശപ്രകാരം ഒരു ചടങ്ങ് നടത്തി. മാൻഡിയോയെ റോണോക്കിലെ പ്രഭു അഥവാ ലോർഡ് ഓഫ് റോണോക്ക് ആൻഡ് ഡെസമോൺഗ് പെൻ ആയി വാഴിച്ചു. ഇംഗ്ലീഷ് കിരീടത്തോട് കൂറുപുലർത്തുന്ന ഒരു തദ്ദേശീയ പ്രഭുവായി അവനെ അംഗീകരിച്ചു. ഇത് ഇംഗ്ലീഷുകാരും ക്രൊവാറ്റോൺ ഗോത്രവും തമ്മിലുള്ള ഒരു സഖ്യത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമായിരുന്നു. ഇതിനിടയിൽ 1587 ജൂലൈ 22-ന് കോളനിയിൽ ഒരു കുഞ്ഞു ജനിച്ചു. ജോൺ വൈറ്റിന്റെ മകൾ എലനോർ ഡെയർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അമേരിക്കൻ മണ്ണിൽ ജനിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് കുഞ്ഞ്. അവൾക്ക് വിർജീനിയ ഡെയർ എന്ന് പേരിട്ടു. ആ ജനനം എല്ലാ കഷ്ടപ്പാടുകൾക്കിടയിലും കോളനിവാസികൾക്ക് ഒരു പുതിയ പ്രതീക്ഷയുടെ കിരണമായിരുന്നു. തങ്ങളുടെ സമൂഹം ഇവിടെ വേരുപിടിക്കുന്നു എന്നതിന്റെ ജീവനുള്ള അടയാളം. എന്നാൽ ആ സന്തോഷത്തിനധികം ആയുസ്സുണ്ടായിരുന്നില്ല. ശൈത്യകാലം അടുത്തുവരികയായിരുന്നു. അവരുടെ ഭക്ഷണശേഖരം തീരെ കുറവായിരുന്നു. ക്രൊവാറ്റോൺകാരുടെ സഹായം മാത്രം മതിയാവില്ലായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് അടിയന്തരമായി കൂടുതൽ സാധനങ്ങളും ആളുകളും എത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. ആരോ ഒരാൾ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോയി റാലിയെ വിവരങ്ങൾ അറിയിക്കണം. ആരു പോകും? കോളനിയിലെ ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തെ വിട്ടുപോകാൻ മടിച്ചു. അവസാനം എല്ലാവരും കൂടി അവരുടെ ഗവർണറായ ജോൺ വൈറ്റിനോട് തന്നെ ആ ദൗത്യം ഏറ്റെടുക്കാൻ അഭ്യർത്ഥിച്ചു. തന്റെ മകളെയും പേരക്കുഞ്ഞിനെയും മറ്റ് കോളനിവാസികളെയും ഈ അപകടകരമായ സാഹചര്യത്തിൽ വിട്ടുപോകാൻ വൈറ്റിനൊട്ടും താൽപ്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഗവർണർ എന്ന നിലയിൽ അത് തന്റെ ഉത്തരവാദിത്വമാണെന്ന് അയാൾക്കറിയാമായിരുന്നു. എത്രയും പെട്ടെന്ന് അടുത്ത വസന്തകാലത്ത് തന്നെ സാധനങ്ങളുമായി ഞാൻ തിരിച്ചെത്തും എന്നയാൾ അവർക്കുറപ്പു നൽകി. യാത്ര തിരിക്കുന്നതിനു മുൻപ് വൈറ്റ് കോളനിവാസികളുമായി ഒരു ധാരണയിലെത്തി. താനില്ലാത്ത സമയത്ത് അവർക്കെന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഈ സ്ഥലം വിട്ട് മറ്റെവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ, അവർ പോകുന്ന സ്ഥലത്തിന്റെ പേര് ഒരു മരത്തിലോ തൂണിലോ കൊത്തിവെക്കണം. അവർ അപകടത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ നിർബന്ധിതമായി മാറ്റപ്പെട്ടതാണെങ്കിൽ, ആ പേരിനൊപ്പം ഒരു മാൾട്ടീസ് കുരിശും വരയ്ക്കണം. ജോൺ വൈറ്റ് 1587 ഓഗസ്റ്റ് അവസാനത്തിൽ റോണോക്ക് ദ്വീപിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറുമ്പോൾ അയാളുടെ മനസ്സ് നിറയെ തന്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു. തന്റെ മകൾ എലനോർ, ഭർത്താവ് അനനിയാസ്, പിന്നെ അമേരിക്കൻ മണ്ണിൽ പിറന്ന തന്റെ ഓമനപ്പേരക്കുട്ടി വിർജീനിയ ഡെയർ, അവരടക്കം 116 പേരുടെ ജീവനാണ് തന്റെ വേഗത്തിലുള്ള മടങ്ങിവരവിനെ ആശ്രയിച്ചിരിക്കുന്നത്. അടുത്ത വസന്തത്തിൽ ഞാൻ തിരിച്ചെത്തും എന്നയാൾ നൽകിയ വാക്ക് ഒരു പ്രതിജ്ഞ പോലെ അയാളുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ വൈറ്റ് സഞ്ചരിച്ച കപ്പൽ ഇംഗ്ലണ്ടിലെത്തിയത് 1587 നവംബർ ആദ്യമായിരുന്നു. യാത്ര പ്രതീക്ഷിച്ചതിലും ദുഷ്കരമായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കൊടുങ്കാറ്റുകളും പ്രതികൂലമായ കാറ്റും അവരുടെ വേഗത കുറച്ചു. ഇംഗ്ലണ്ടിൽ കാലുകുത്തിയ ഉടൻ തന്നെ വൈറ്റ് സർ വാൾട്ടർ റാലിയെ കണ്ട് റോണോക്കിലെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു. കോളനിയുടെ ദുർബലമായ അവസ്ഥയും ഭക്ഷണത്തിന്റെ ദൗർലഭ്യവും അടിയന്തിരമായ സഹായമെത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും അയാൾ വിശദീകരിച്ചു. റാലി കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി. അദ്ദേഹം ഉടൻ തന്നെ ഒരു സഹായ സംഘത്തെ, റിലീഫ് ഫ്ലീറ്റ്, ഒരുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. കപ്പലുകൾ വാടകയ്ക്കെടുക്കാനും നാവികരെ സംഘടിപ്പിക്കാനും കോളനിവാസികൾക്കാവശ്യമായ ഭക്ഷണസാധനങ്ങൾ, വസ്ത്രങ്ങൾ, ഉപകരണങ്ങൾ, ആയുധങ്ങൾ എന്നിവ ശേഖരിക്കാനും തുടങ്ങി. വൈറ്റിന്റെ പ്രതീക്ഷകൾക്ക് ചിറകുമുളച്ചു. 1588 വസന്തത്തിന്റെ തുടക്കത്തിൽ തന്നെ തനിക്ക് റോണോക്കിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ചരിത്രത്തിന്റെ ഗതി മാറ്റിയ ഒരു വലിയ സംഭവം യൂറോപ്പിന്റെ ആകാശത്ത് ഒരു കരിനിഴൽ പോലെ ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. ഇംഗ്ലണ്ടും സ്പെയിനും തമ്മിലുള്ള ശത്രുത അതിന്റെ മൂർധന്യത്തിലെത്തിയിരുന്നു. സ്പാനിഷ് സാമ്രാജ്യത്തിന്റെ അധിപനായ ഫിലിപ്പ് രണ്ടാമൻ രാജാവ് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയായ എലിസബത്ത് രാജ്ഞിയെ സ്ഥാനഭ്രഷ്ടയാക്കി ഇംഗ്ലണ്ടിനെ കത്തോലിക്കാ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരുങ്ങുകയായിരുന്നു. അതിനായി ചരിത്രം കണ്ട ഏറ്റവും വലിയ നാവികപ്പടയെ അയാൾ ഒരുക്കി. അജയ്യമായ അർമാഡ, ദ ഇൻവിൻസിബിൾ അർമാഡ.
130-ലധികം പടുകൂറ്റൻ കപ്പലുകളും 30,000-ഓളം സൈനികരുമായി സ്പെയിനിന്റെ അർമാഡ ഇംഗ്ലണ്ടിനെ ആക്രമിക്കാൻ തയ്യാറെടുത്തു. ഈ ദേശീയ അടിയന്തരാവസ്ഥയിൽ എലിസബത്ത് രാജ്ഞി ഒരു നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇംഗ്ലണ്ടിന്റെ തീരത്തുള്ള എല്ലാ കപ്പലുകളും അവയുടെ വലിപ്പച്ചെറുപ്പം നോക്കാതെ രാജ്യരക്ഷയ്ക്കായി പിടിച്ചെടുക്കാൻ അവർ കൽപ്പിച്ചു. ഒരു കപ്പലിനും ഒരു കാരണവശാലും ഇംഗ്ലീഷ് തുറമുഖം വിട്ടുപോകാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഈ ഉത്തരവ് ജോൺ വൈറ്റിന്റെയും റോണോക്ക് കോളനിയുടെയും സ്വപ്നങ്ങൾക്കുമേൽ ഒരിടിത്തീ പോലെയാണ് പതിച്ചത്. റാലി ഒരുക്കിയ സഹായസംഘത്തിന്റെ കപ്പലുകളും സർക്കാർ പിടിച്ചെടുത്തു. വൈറ്റ് നിസ്സഹായനായി. അയാൾ രാജ്ഞിയോടും ഉപദേശസമിതികളോടും കേണപേക്ഷിച്ചു. ദൂരെ ഒരു ഭൂഖണ്ഡത്തിൽ ഒരുപിടി ഇംഗ്ലീഷുകാർ സഹായത്തിനായി കാത്തിരിക്കുന്നു എന്നും അവരുടെ ജീവൻ അപകടത്തിലാണെന്നും അയാൾ വാദിച്ചു. എന്നാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുമ്പോൾ ദൂരെ ഒരു കോളനിയുടെ കാര്യം ആരും മുഖവിലക്കെടുത്തില്ല. വൈറ്റിന്റെ അപേക്ഷകൾ ബധിരകർണങ്ങളിലാണ് പതിച്ചത്. വസന്തം വന്നുപോയി. റോണോക്കിലെ തന്റെ ആളുകൾക്ക് നൽകിയ വാക്കു പാലിക്കാൻ വൈറ്റിന് കഴിഞ്ഞില്ല. ഓരോ ദിവസം വൈകുന്തോറും അയാളുടെ ഹൃദയമിടിപ്പ് കൂടി. അവരെന്തു കഴിക്കുന്നുണ്ടാവും? അവർ സുരക്ഷിതരായിരിക്കുമോ? തദ്ദേശീയവാസികൾ അവരെ ആക്രമിച്ചിരിക്കുമോ? ചിന്തകൾ അയാളെ വേട്ടയാടി. എങ്കിലും വൈറ്റ് ശ്രമം ഉപേക്ഷിച്ചില്ല. റാലിന്റെ സ്വാധീനം ഉപയോഗിച്ച് 2 ചെറിയ കപ്പലുകൾ, ബ്രേവ്, ടിനി എന്നിവ സംഘടിപ്പിക്കാൻ അയാൾക്ക് ഭാഗികമായി അനുമതി ലഭിച്ചു. അവ യുദ്ധത്തിന് അത്ര അനുയോജ്യമല്ലാത്തതിനാൽ ഒരു മാനുഷിക പരിഗണന എന്ന നിലയ്ക്കാണ് സർക്കാർ ആ ഇളവു നൽകിയത്. എന്നാൽ ഈ യാത്രയും ദുരന്തത്തിലാണ് കലാശിച്ചത്. തുറമുഖം വിട്ടയുടൻ തന്നെ ഈ ചെറിയ കപ്പലുകളുടെ കപ്പിത്താന്മാർ കോളനിയിലേക്ക് പോകുന്നതിനു പകരം വഴിയിൽ കണ്ട സ്പാനിഷ് വ്യാപാര കപ്പലുകളെ കൊള്ളയടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഫലം വിപരീതമായിരുന്നു. ഒരു ഫ്രഞ്ച് കപ്പലുമായുള്ള ഏറ്റുമുട്ടലിൽ അവർ പരാജയപ്പെട്ടു. അവരുടെ കപ്പലുകളിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. യാത്ര തുടരാൻ കഴിയാത്ത അവസ്ഥയിൽ പരിക്കേറ്റ നാവികരുമായി അവർക്ക് ഇംഗ്ലണ്ടിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു. വൈറ്റിന്റെ അവസാന പ്രതീക്ഷയും അതോടെ അസ്തച്ചു. ഇനിയൊന്നും ചെയ്യാനില്ലായിരുന്നു. സ്പാനിഷ് അർമാഡയുമായുള്ള യുദ്ധം കഴിയുന്നതുവരെ കാത്തിരിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. 1588-ലെ വേനൽക്കാലം മുഴുവൻ ഇംഗ്ലണ്ട് യുദ്ധഭീതിയിലായിരുന്നു. ഒടുവിൽ ആഗസ്റ്റിൽ ചരിത്രപ്രസിദ്ധമായ ആ നാവിക യുദ്ധം നടന്നു. ഇംഗ്ലണ്ടിന്റെ ചെറിയ വേഗതയേറിയ കപ്പലുകളും പ്രതികൂലമായ കാലാവസ്ഥയും മികച്ച തന്ത്രങ്ങളും ചേർന്ന് സ്പെയിനിന്റെ അജയ്യമായ അർമാഡയെ പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ടിന് അതൊരു വലിയ വിജയമായിരുന്നു. എലിസബത്ത് രാജ്ഞിയുടെ സ്ഥാനം ഉറപ്പിച്ചു. ഇംഗ്ലണ്ട് ഒരു ലോകശക്തിയായി ഉയർന്നു. രാജ്യം മുഴുവൻ വിജയത്തിൽ ആഹ്ലാദിക്കുമ്പോൾ ജോൺ വൈറ്റിന്റെ മനസ്സ് റോണോക്കിലായിരുന്നു. യുദ്ധം കഴിഞ്ഞു, ഇനി തനിക്ക് പോകാം. എന്നാൽ കാര്യങ്ങളത്ര എളുപ്പമായിരുന്നില്ല. യുദ്ധം ഇംഗ്ലണ്ടിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചിരുന്നു. റാലിക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചു. പുതിയൊരു കപ്പൽ സംഘത്തെ ഒരുക്കാനുള്ള പണം കണ്ടെത്താൻ അദ്ദേഹം ബുദ്ധിമുട്ടി. യുദ്ധാനന്തരം കപ്പലുകൾക്കും നാവികർക്കും വലിയ ആവശ്യകതയുണ്ടായിരുന്നു. ആരും അമേരിക്കയിലേക്കുള്ള അപകടം പിടിച്ച ലാഭകരമല്ലാത്ത ഒരു യാത്രയ്ക്ക് തയ്യാറായിരുന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. 1588 കഴിഞ്ഞു. 1589 വൈറ്റ് ഓരോ വാതിലുകളും മുട്ടി. വ്യാപാരികളെയും പ്രഭുക്കന്മാരെയും സമീപിച്ചു. തന്റെ കോളനിയെ രക്ഷിക്കാൻ സഹായിക്കണമെന്ന് യാചിച്ചു. എന്നാൽ ആരും താൽപ്പര്യം കാണിച്ചില്ല. റോണോക്ക് കോളനി എല്ലാവരാലും മറക്കപ്പെട്ട ഒരധ്യായം പോലെയായി. ഓരോ രാത്രിയിലും വൈറ്റ് തന്റെ പേരക്കുട്ടിയുടെ മുഖമോർത്തിരിക്കാം. വിർജീനിയ ഡയർക്കിപ്പോൾ 2 വയസ്സായിട്ടുണ്ടാകും. അവൾ ഓടി നടക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. അവരെല്ലാം തന്നെ ശപിക്കുന്നുണ്ടാകുമോ? വാക്ക് തെറ്റിച്ചവൻ എന്ന് വിളിക്കുന്നുണ്ടാകുമോ? ആ ചിന്തകൾ അയാളെ ഉറങ്ങാൻ അനുവദിച്ചില്ല. ഒടുവിൽ 1590-ൽ 3 വർഷത്തെ കാത്തിരിപ്പിനും ശ്രമങ്ങൾക്കും ശേഷം ഒരു നേരിയ അവസരം തെളിഞ്ഞുവന്നു. ജോൺ വാട്ട്സ് എന്നൊരു വ്യാപാരി കരീബിയനിലേക്ക് ഒരു സ്വകാര്യ കൊള്ളയടിക്കൽ യാത്ര, പ്രൈവറ്റിയറിംഗ് എക്സ്പെഡിഷൻ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. വൈറ്റ് അയാളെ സമീപിച്ചു. തന്റെ ലക്ഷ്യം കൊള്ളയല്ലെന്നും റോണോക്കിലിറങ്ങി തന്റെ ആളുകളെ കണ്ടെത്തുക മാത്രമാണെന്നും പറഞ്ഞു. ഒരു യാത്രക്കാരനായി ഒരു കൂലിയും വാങ്ങാതെ തന്നെയും കൊണ്ടുപോകാമോ എന്ന് വൈറ്റ് അപേക്ഷിച്ചു. ഒടുവിൽ വാട്ട്സ് സമ്മതിച്ചു. പക്ഷേ ഒരു നിബന്ധനയുണ്ടായിരുന്നു. ആദ്യം കരീബിയനിൽ സ്പാനിഷ് കപ്പലുകൾ കൊള്ളയടിക്കുക. അതിനുശേഷം മടക്കിയാത്രയിൽ റോണോക്കിൽ നിർത്താം. അതൊരു പൂർണ്ണമല്ലാത്ത വാഗ്ദാനമായിരുന്നുവെങ്കിലും വൈറ്റിനു മുന്നിൽ ബഷ്ക വഴികളില്ലായിരുന്നു. 3 വർഷമായി കാത്തിരുന്ന ഒരു അവസരമായിരുന്നു അത്. 1590 മാർച്ച് മാസത്തിൽ ജോൺ വൈറ്റ് വീണ്ടും അമേരിക്കയിലേക്ക് കപ്പൽ കയറി. ഇത്തവണ ഒരു ഗവർണറായിട്ടല്ല, മറിച്ച് ഒരു സാധാരണ യാത്രക്കാരനായി. തന്റെ ഹൃദയത്തിൽ പ്രതീക്ഷയുടെ ഒരു നേരിയ വെളിച്ചവും 3 വർഷത്തെ കാലതാമസമുണ്ടാക്കിയ ഭയത്തിന്റെ വലിയൊരു കരിനിഴലുമായി. 1590 ഓഗസ്റ്റ് മാസം കരീബിയൻ കടലിലെ സ്പാനിഷ് കപ്പലുകൾ കൊള്ളയടിച്ചും
കൊടുങ്കാറ്റുകളോട് പൊരുതിയും നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം ജോൺ വൈറ്റ് സഞ്ചരിച്ച കപ്പലുകൾ ഒടുവിൽ റോണോക്ക് ദ്വീപിന്റെ തീരത്തോട് അടുത്തു. വൈറ്റിന്റെ ഹൃദയം പെരുകുകയായിരുന്നു. 3 വർഷം, നീണ്ട 3 വർഷത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കുമൊടുവിൽ അയാൾ തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. ഈ 3 വർഷവും ഓരോ നിമിഷവും അയാൾ ഓർത്തത് ഈ ദ്വീപിൽ താൻ ഉപേക്ഷിച്ചുപോയ 116 പേരെക്കുറിച്ചായിരുന്നു. തന്റെ മകൾ, പേരക്കുട്ടി, സുഹൃത്തുക്കൾ അവരെവിടെയുണ്ടാകുമോ? അവർ ദ്വീപിനോടടുത്തപ്പോൾ ഓഗസ്റ്റ് 15 വൈകുന്നേരം ദൂരെ നിന്ന് ഒരു പുകച്ചുരുൾ ഉയരുന്നത് അവർ കണ്ടു. വൈറ്റിന്റെ മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു വലിയ തിരമാല ഉയർന്നു. അത് കോളനിവാസികൾ കത്തിച്ച തീയായിരിക്കാം, തങ്ങൾ വരുന്നത് കണ്ട് അവർ നൽകുന്ന അടയാളമായിരിക്കാം. കപ്പലിലെ നാവികർ ആവേശത്തോടെ ആർത്തുവിളിച്ചു. അവർ തങ്ങളുടെ പീരങ്കികളുപയോഗിച്ച് വെടിയുതിർത്തു. പഴയ ഇംഗ്ലീഷ് നാടൻ പാട്ടുകൾ ഉറക്കെ പാടി ദ്വീപിൽ നിന്നൊരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് അവർ കാതുകൂർപ്പിച്ചു. എന്നാൽ ദ്വീപിൽ നിന്ന് ഒരു പ്രതികരണവുമുണ്ടായില്ല. പാട്ടുകൾക്കും വെടിയൊച്ചകൾക്കും മറുപടിയായി നിശബ്ദത മാത്രം. നേരം ഇരുട്ടിത്തുടങ്ങിയിരുന്നു. അപകടം നിറഞ്ഞ തീരത്ത് രാത്രിയിൽ കപ്പലെടുപ്പിക്കുന്നത് ബുദ്ധിയല്ലെന്ന് കപ്പിത്താൻ തീരുമാനിച്ചു. അവർ കടലിൽ നങ്കൂരമിട്ട് പ്രഭാതത്തിനായി കാത്തിരുന്നു. ആ രാത്രി ജോൺ വൈറ്റിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ദൂരെ കണ്ട ആ പുക പ്രതീക്ഷയുടെ അടയാളമോ അതോ മറ്റെന്തെങ്കിലും ആപത്തിന്റെ സൂചനയോ? അയാളുടെ മനസ്സ് ചിന്തകളാൽ അശാന്തമായി. പിറ്റേന്ന് രാവിലെ ഓഗസ്റ്റ് 16 കാലാവസ്ഥ മോശമായിരുന്നു. കടൽ പ്രക്ഷുബ്ധമായിരുന്നു. എങ്കിലും കാത്തിരിക്കാൻ അവർക്ക് ക്ഷമയുണ്ടായിരുന്നില്ല. 2 ബോട്ടുകളിലായി ഒരു ചെറിയ സംഘം കരയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ തീരത്തോടടുക്കും മുൻപേ ദുരന്തം അവരെ തേടിയെത്തി. ആഞ്ഞടിച്ച ഒരു വലിയ തിരമാലയിൽ ഒരു ബോട്ട് തലകീഴായി മറിഞ്ഞു. അതിലുണ്ടായിരുന്ന കപ്പിത്താനടക്കം 7 പേർ മുങ്ങിമരിച്ചു. ഈ ദുരന്തം യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഒരു ദുശകുനമായി മാറി. ബാക്കിയുള്ളവർ ഭയന്നുപോയി. യാത്ര തുടരണമോ എന്നുപോലും അവർ സംശയിച്ചു. എന്നാൽ ജോൺ വൈറ്റിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. അവർ സുരക്ഷിതമായി കരയിലെത്തി. ആദ്യം അവർ പോയത് ഇന്നലെ പുക കണ്ട സ്ഥലത്തേക്കായിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ വൈറ്റിന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്തായി. അവിടെ കത്തിക്കൊണ്ടിരുന്നത് ഒരു കാട്ടുതീയായിരുന്നു. മനുഷ്യവാസത്തിന്റെ ഒരു ലക്ഷണവും അവിടെ ഉണ്ടായിരുന്നില്ല. ഹൃദയം തകർന്ന വൈറ്റും സംഘവും കോളനി സ്ഥാപിച്ചിരുന്ന ദ്വീപിന്റെ വടക്കേ അറ്റത്തേക്ക് നടന്നു. ഓരോ അടിവയ്ക്കുമ്പോഴും അയാളുടെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങൾക്കു മുൻപ് താൻ നട്ടുവളർത്തിയ ആ കൊച്ചു സമൂഹം അവിടെ ഉണ്ടാകുമോ? അതോ വിജനമായ കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രമായിരിക്കുമോ അവശേഷിക്കുക? അവർ കോളനി നിന്നിരുന്ന സ്ഥലത്തെത്തി. അവിടെ അവരെ വരവേറ്റത് ഒരു വിചിത്രമായ കാഴ്ചയായിരുന്നു. കോളനിയെ സംരക്ഷിക്കാനായി അവർ കെട്ടിയുയർത്തിയ മരത്തടികൾ കൊണ്ടുള്ള വേലി അഥവാ പാലസൈഡ് ഇപ്പോഴും അവിടെയുണ്ട്. അത് വളരെ ഭംഗിയായും ബലമായും പുനർനിർമ്മിച്ചിരിക്കുന്നു, ഒരു കോട്ട പോലെ. ഇതൽപ്പം ആശ്വാസം നൽകി. കാരണം കോളനി ആക്രമിക്കപ്പെടുകയോ തിടുക്കത്തിൽ ഉപേക്ഷിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ബലമുള്ള വേലി അവിടെ ഉണ്ടായിരിക്കില്ലായിരുന്നു. അവർ വേലിയുടെ പ്രവേശന കവാടത്തിനടുത്താക്കി ചെന്നു. അവിടെ ഒരു വലിയ തൂണിൽ ജോൺ വൈറ്റിന്റെ കണ്ണുകൾ ആ കാഴ്ചയിൽ ഉടക്കി നിന്നു. 5 അക്ഷരങ്ങൾ ആഴത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു: ക്രോവറ്റോവാൻ. അയാൾക്ക് ശ്വാസം വിലങ്ങിയതുപോലെ തോന്നി. ക്രോവറ്റോവാൻ. അതൊരു സാധാരണ വാക്കല്ല. അത് മാന്റിയോയുടെ ഗോത്രത്തിന്റെ പേരാണ്. അവർ താമസിക്കുന്ന തെക്കുഭാഗത്തുള്ള ദ്വീപിന്റെ പേരാണ്. താൻ പോകുന്നതിനു മുൻപ് കോളനിവാസികളുമായുണ്ടാക്കിയ രഹസ്യ ഉടമ്പടി വൈറ്റ് ഓർത്തു. അവർക്ക് സ്വമേധയാ സ്ഥലം മാറേണ്ടി വന്നാൽ പോകുന്ന സ്ഥലത്തിന്റെ പേര് കൊത്തിവെക്കണം. ക്രോവാറ്റോവാൻ എന്ന വാക്കിനൊപ്പം അപകടത്തിന്റെ അടയാളമായ മാൾട്ടീസ് കുരിശുണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം അവർ അപകടത്തിലായിരുന്നില്ല. അവർ സ്വമേധയാ സുരക്ഷിതരായി ക്രോവാറ്റോവാൻ ദ്വീപിലേക്ക് പോയിരിക്കുന്നു. വൈറ്റിന്റെ മനസ്സിൽ ആശ്വാസത്തിന്റെ ഒരു കുളിർമഴ പെയ്തു. അവർ ജീവനോടെയുണ്ട്. അവർ സുരക്ഷിതരാണ്. അവർ തന്റെ സുഹൃത്തായ മാൻഡിയോടെ സംരക്ഷണയിലാണ്. പുതിയ പ്രതീക്ഷയോടെ അയാൾ വേലിക്കെട്ടിനകത്തേക്ക് കടന്നു. അവിടെ കണ്ട കാഴ്ചകൾ പക്ഷേ അത്ര സന്തോഷം നൽകുന്നതായിരുന്നില്ല. വീടുകളെല്ലാം പൊളിച്ചുമാറ്റിയിരുന്നു. ഒരു കെട്ടിടം പോലും അവിടെ അവശേഷിച്ചിരുന്നില്ല. എങ്ങും കാടുപിടിച്ചു കിടക്കുന്നു. പുല്ലുകൾക്കിടയിൽ നിന്ന് തുരമ്പിച്ച ചില ലോഹക്കഷ്ണങ്ങളും തകർന്ന പാത്രങ്ങളും കളച്ചെടികൾക്കിടയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അയാൾ കണ്ടെത്തി. എന്നാൽ ഒരു യുദ്ധം നടന്നതിന്റെയോ കൊള്ളയടിക്കപ്പെട്ടതിന്റെയോ ആളുകൾ കൊല്ലപ്പെട്ടതിന്റെയോ ഒരു ലക്ഷണവും അവിടെ ഉണ്ടായിരുന്നില്ല. അസ്ഥികൂടങ്ങളോ ശവശരീരങ്ങളോ ഒന്നും കണ്ടില്ല. എല്ലാം വളരെ ചിട്ടയായി പൊളിച്ചുമാറ്റി സ്ഥലം വൃത്തിയാക്കി പോയതുപോലെ. അവർ കൂടുതൽ തിരച്ചിൽ നടത്തി. വൈറ്റ് താൻ പോകുന്നതിനു മുൻപ് തന്റെ പുസ്തകങ്ങളും ഭൂപടങ്ങളും ചിത്രങ്ങളുമടങ്ങിയ പെട്ടികൾ
രഹസ്യമായി ഒരു കുഴിയിൽ ഒളിപ്പിച്ചിരുന്നു. അയാൾ ആ സ്ഥലം കുഴിച്ചു നോക്കി. പെട്ടികൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ മൂടിയില്ലാതിരുന്നതുകൊണ്ടും മഴയും ഈർപ്പവും കൊണ്ടും അതിലെ പുസ്തകങ്ങളെല്ലാം നശിച്ചുപോയിരുന്നു. തന്റെ പ്രിയപ്പെട്ട ചിത്രങ്ങൾ ദ്രവിച്ചുപോയത് കണ്ട് വൈറ്റിന് ദുഃഖം തോന്നി. എല്ലാ സൂചനകളും ഒരേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. കോളനിവാസികൾ സ്വമേധയാ തങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്ത് ചിട്ടയായി ക്രൊവാട്ടോൺ ദ്വീപിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു. അവർക്കെന്തെങ്കിലും അടിയന്തരഘട്ടമുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ചിട്ടയായി വീടുകൾ പൊളിച്ച സാധനങ്ങൾ കൊണ്ടുപോകാൻ അവർക്ക് സമയം കിട്ടുമായിരുന്നില്ല. നമ്മൾ ഉടൻ തന്നെ ക്രൊവാട്ടോൺ ദ്വീപിലേക്ക് പോകണം, വൈറ്റ് കപ്പിത്താനോട് ആവശ്യപ്പെട്ടു. അത് ഏകദേശം 50 മൈൽ തെക്കോട്ട് യാത്ര ചെയ്യേണ്ട സ്ഥലമാണ്. കപ്പിത്താൻ ആദ്യം സമ്മതിച്ചു. അവർ കപ്പലിലേക്ക് മടങ്ങി അടുത്ത ദിവസം രാവിലെ യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ വിധി വീണ്ടും ജോൺ വൈറ്റിന് എതിരായിരുന്നു. ആ രാത്രി ഭയാനകമായൊരു കൊടുങ്കാറ്റ് വീശിയടിച്ചു. കപ്പലിന്റെ നങ്കൂരത്തിന്റെ ചങ്ങലകൾ ഒന്നൊന്നായി പൊട്ടാൻ തുടങ്ങി. കപ്പൽ അപകടകരമായി ആടിയുലഞ്ഞു. പാറക്കെട്ടുകളിൽ ഇടിച്ചു തകരുമെന്ന അവസ്ഥ വന്നു. കപ്പിത്താന് ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. ഒന്നുകിൽ ഈ അപകടം പിടിച്ച തീരത്ത് തുടർന്ന് കപ്പലും ജീവനും നഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ തീരം വിട്ട് സുരക്ഷിതമായ തുറന്ന കടലിലേക്ക് പോകുക. അയാൾ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനായി അവർ കപ്പൽ കിഴക്കോട്ട് അറ്റ്ലാന്റിക്കിലേക്ക് പായിച്ചു. കൊടുങ്കാറ്റ് ശമിച്ചപ്പോൾ അവർ റോണോക്ക് തീരത്തുനിന്ന് ഒരുപാട് ദൂരെയായിരുന്നു. തിരികെ ക്രൊവാട്ടോണിലേക്ക് പോകാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ അപകടകരമാകുമെന്ന് കപ്പിത്താൻ വാദിച്ചു. അവരുടെ ഭക്ഷണവും ശുദ്ധജലവും കുറഞ്ഞുവരികയായിരുന്നു. കരീബിയനിൽ നിന്ന് കൂടുതൽ കൊള്ളമുതലുകൾ കണ്ടെത്താമെന്ന പ്രതീക്ഷയും അയാൾക്കുണ്ടായിരുന്നു. ജോൺ വൈറ്റ് തർക്കിച്ചു നോക്കി, യാചിച്ചു. തന്റെ ആളുകൾ തൊട്ടടുത്ത ദ്വീപിലുണ്ട്, അവരെ കാണാതെ തനിക്ക് മടങ്ങാനാവില്ല എന്ന് കരഞ്ഞു പറഞ്ഞു. എന്നാൽ കപ്പിത്താനും മറ്റു നാവികരും വഴങ്ങിയില്ല. 7 പേരെ നഷ്ടപ്പെട്ടതിന്റെയും കപ്പലിന് സംഭവിച്ച നാശനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ ആവശ്യത്തിനുവേണ്ടി എല്ലാവരുടെയും ജീവൻ അപകടത്തിലാക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഹൃദയം തകർന്ന ജോൺ വൈറ്റിന് കീഴടങ്ങുകയല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. തന്റെ മകളെയും പേരക്കുട്ടിയെയും കണ്ടെത്താനുള്ള അവസാന അവസരമാണ് കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ തന്നിൽ നിന്ന് തട്ടിപ്പറിക്കപ്പെട്ടത് എന്നയാൾക്ക് തോന്നി. അവർക്ക് ക്രൊവാട്ടോണിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല. പകരം അവർ ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിച്ചു. ജോൺ വൈറ്റ് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുമ്പോൾ അയാളുടെ മനസ്സിൽ ക്രൊവാട്ടോൺ എന്ന ആ വാക്കുമാത്രം മുഴങ്ങിക്കേട്ടു. അതൊരു ഉത്തരമായിരുന്നു, എന്നാൽ അതോടൊപ്പം ഒരുപാട് പുതിയ ചോദ്യങ്ങളും ഉയർത്തി. അവർ എന്തിനാണങ്ങോട്ട് പോയത്? അവർ അവിടെ എത്തിയോ? അവരിപ്പോഴും അവിടെ ജീവിച്ചിരിപ്പുണ്ടോ? ജോൺ വൈറ്റിന് പിന്നീട് ഒരിക്കലും അമേരിക്കയിലേക്ക് മടങ്ങിവരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു, സാമ്പത്തികമായും തകർന്നു. തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ വരെ ദൂരെ ക്രൊവാട്ടോൺ ദ്വീപിൽ എവിടെയോ തന്റെ പ്രിയപ്പെട്ടവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് അയാൾ വിശ്വസിച്ചു. ജോൺ വൈറ്റ് 1590-ൽ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയതോടെ റോനോക്ക് കോളനിയെ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമങ്ങൾ ഏതാണ്ട് അവസാനിച്ചു. സർ വാൾട്ടർ റാലിയുടെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു. സ്പെയിനുമായുള്ള യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ ഇംഗ്ലണ്ടിന്റെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളിലേക്കും തിരിച്ചുവിട്ടു. ദൂരെ ഒരു ഭൂഖണ്ഡത്തിൽ നഷ്ടപ്പെട്ടുപോയ 100-ലധികം ആളുകളുടെ വിധി രാജ്യത്തിന്റെ വലിയ പ്രശ്നങ്ങൾക്കിടയിൽ ഒരു ചെറിയ ആശങ്ക മാത്രമായി ഒതുങ്ങി. എന്നാൽ ജോൺ വൈറ്റ് മരണം വരെ തന്റെ ആളുകളെക്കുറിച്ചോർത്തു. അവർ ക്രൊവാട്ടോൺ ദ്വീപിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് അയാൾ വിശ്വസിച്ചു. CROATOAN എന്ന ആ ഒറ്റ വാക്ക് ഒരടയാളമെന്നതിലുപരി ഒരു വാഗ്ദാനം പോലെ അയാളുടെ മനസ്സിൽ തങ്ങിനിന്നു. അയാൾക്ക് സ്വയം പോകാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർ ഒരുപക്ഷെ അവരെ കണ്ടെത്തുമെന്ന് അയാൾ പ്രത്യാശിച്ചു. റാലിയും കോളനിയെ പൂർണ്ണമായി മറന്നിരുന്നില്ല. 1602-ൽ, അതായത് വൈറ്റിന്റെ മടക്കയാത്രയ്ക്ക് 12 വർഷങ്ങൾക്ക് ശേഷം, സാമുവൽ മെയ്സ് എന്ന നാവികന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരു പര്യവേഷണ സംഘത്തെ അയച്ചു. അവരുടെ പ്രധാന ലക്ഷ്യം ഔട്ടർ ബാങ്ക്സിൽ നിന്ന് ഔഷധഗുണമുള്ള സസ്യങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നുവെങ്കിലും വഴിക്ക് റോനോക്കിലെ കോളനിവാസികളെക്കുറിച്ച് അന്വേഷിക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ മോശം കാലാവസ്ഥയും കപ്പലിലെ ചില പ്രശ്നങ്ങളും കാരണം അവർക്ക് ഔട്ടർ ബാങ്ക്സിന്റെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അവർ റോനോക്ക് ദ്വീപിലോ ക്രൊവാറ്റോൺ ദ്വീപിലോ ഇറങ്ങാതെ തന്നെ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. നഷ്ടപ്പെട്ട കോളനിയെ കണ്ടെത്താനുള്ള മറ്റൊരു ശ്രമവും പരാജയപ്പെട്ടു. പിന്നീട് 1603-ൽ എലിസബത്ത് രാജ്ഞി അന്തരിക്കുകയും സ്കോട്ട്ലൻഡിലെ ജെയിംസ് ആറാമൻ രാജാവ് ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമനായി സ്ഥാനമേൽക്കുകയും ചെയ്തതോടെ റാലിയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു. പുതിയ രാജാവിന് റാലിയോട് താൽപ്പര്യമില്ലായിരുന്നു. ഒരു ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാരോപിച്ച് റാലിയെ ലണ്ടൻ ടവറിൽ തടവിലാക്കി. അതോടെ
റോനോക്ക് കോളനിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ആരുമില്ലാതായി. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. റോനോക്ക് കോളനിയുടെ ദുരൂഹതയ്ക്ക് പതിറ്റാണ്ടുകൾക്ക് ശേഷം പുതിയ ചില തെളിവുകളും സൂചനകളും ലഭിച്ചു തുടങ്ങി. 1607-ൽ റോനോ കോളനി അപ്രത്യക്ഷമായി 20 വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലീഷുകാർ അമേരിക്കയിൽ തങ്ങളുടെ ആദ്യത്തെ വിജയകരമായ കോളനി സ്ഥാപിച്ചു, വിർജീനിയയിലെ ജെയിംസ് ടൗൺ. ഇത് റോനോക്കിൽ നിന്ന് ഏകദേശം 150 മൈൽ വടക്കായിരുന്നു. ജെയിംസ് ടൗണിലെ കോളനിവാസികൾ, പ്രത്യേകിച്ച് അവരുടെ നേതാവായ ക്യാപ്റ്റൻ ജോൺ സ്മിത്ത്, തദ്ദേശീയരായ പൗഹാറ്റൻ ഗോത്രവർഗക്കാരുമായി ബന്ധം സ്ഥാപിച്ചു. ഈ തദ്ദേശവാസികളിൽ നിന്നാണ് ജോൺ സ്മിത്തിന് റോനോ കോളനിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ലഭിച്ചത്. പൗഹാറ്റൻ ഗോത്രത്തിന്റെ അതിശക്തനായ തലവൻ ചീഫ് പൗഹാറ്റൻ, പ്രശസ്തയായ പോക്കഹോണ്ടാസിന്റെ അച്ഛൻ, സ്മിത്തിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് മുൻപിവിടെ വന്ന വെള്ളക്കാരെ എനിക്കറിയാം. അവരെന്റെ അധികാരത്തിന് കീഴിലല്ലാത്ത എന്റെ ശത്രുക്കളായ ഒരു ഗോത്രത്തിനൊപ്പം താമസിക്കാൻ തുടങ്ങി. ഞാൻ അവരെ ആക്രമിച്ചു, അവരെ കൊന്നുകളഞ്ഞു. ഈ വെളിപ്പെടുത്തൽ ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടി. ഒരുപക്ഷേ റോനോക്കിലെ കോളനിവാസികൾ രണ്ടായി പിരിഞ്ഞിരിക്കാം. ഒരു ചെറിയ സംഘം വടക്കോട്ട് ചെസപ്പിക് ഉൾക്കടൽ പ്രദേശം ലക്ഷ്യമാക്കി പോയിരിക്കാം. അവരുടെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനം അതായിരുന്നല്ലോ. അവിടെ വെച്ച് അവർ പൗഹാറ്റന്റെ ആളുകളുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടിരിക്കാം. ചീഫ് പൗഹാറ്റൻ സ്മിത്തിന്റെ ആളുകളെ ഭയപ്പെടുത്താനും തന്റെ അധികാരം ഉറപ്പിക്കാനും വേണ്ടി പറഞ്ഞതാകാം ഇത്. സ്മിത്ത് ഈ കഥ പൂർണ്ണമായി വിശ്വസിച്ചു. അദ്ദേഹം പലതവണ തെക്ക് ദിശയിലേക്ക് റോനോക്കുണ്ടായിരുന്ന പ്രദേശത്തേക്ക് പര്യവേക്ഷണ സംഘങ്ങളെ അയക്കാൻ ശ്രമിച്ചെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. ജെയിംസ് ടൗൺ കോളനിയുടെ ആദ്യകാല സെക്രട്ടറിയായിരുന്ന വില്യം സ്ട്രാച്ചി എന്ന എഴുത്തുകാരൻ 1612 എഴുതിയ ദി ഹിസ്റ്ററി ഓഫ് ട്രവേൽ ഇൻറ്റു വെർജിനിയ ബ്രിട്ടാനിയ എന്ന പുസ്തകത്തിൽ കൂടുതൽ വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട്. തദ്ദേശവാസികളിൽ നിന്നു ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനമാക്കി സ്ട്രാച്ചി എഴുതിയത് ഇപ്രകാരമാണ്: റോണോക്കിലെ കോളനിവാസികൾക്ക് ജോൺ വൈറ്റ് മടങ്ങിവരാൻ വൈകിയപ്പോൾ അതിജീവനം ദുഷ്കരമായി. അവർക്ക് തദ്ദേശവാസികളുടെ സഹായം കൂടിയേ തീരൂ എന്ന അവസ്ഥ വന്നു. മാൻഡിയോയുടെ സഹായത്തോടെ അവർ ക്രോവാറ്റോൺ ഗോത്രവുമായി ഒരു ധാരണയിലെത്തി. എന്നാൽ എല്ലാവരും ക്രോവാറ്റോൺ ദ്വീപിലേക്ക് പോയില്ല. ഭൂരിഭാഗം പേരും, ഏകദേശം 90-ലധികം പേർ, ക്രോവാറ്റോൺ ദ്വീപിലേക്ക് പോയപ്പോൾ ഒരു ചെറിയ സംഘം, ഏകദേശം 20 പേർ, വടക്കോട്ട് ചെസപ്പീക്ക് ഉൾക്കടലിന്റെ തെക്കേ തീരത്തുള്ള ഒരു തദ്ദേശീയ ഗോത്രമായ ചെസപീക്കുകളുടെ കൂടെ താമസിക്കാൻ പോയി. സ്ട്രാച്ചിയുടെ വിവരണമനുസരിച്ച് ചീഫ് പൗഹാറ്റൻ ഈ ചെസപീക്ക് ഗോത്രത്തെ തന്റെ ശത്രുക്കളായാണ് കണ്ടിരുന്നത്. തന്റെ പുരോഹിതന്മാർ കിഴക്കുനിന്ന് വരുന്ന ഒരു ജനത തന്റെ സാമ്രാജ്യത്തെ നശിപ്പിക്കും എന്ന് പ്രവചിച്ചപ്പോൾ പൗഹാറ്റൻ അത് ചെസപീക്ക് ഗോത്രവും അവരോടൊപ്പം ചേർന്ന വെള്ളക്കാരുമാണെന്ന് തെറ്റിദ്ധരിച്ചു. ജോൺ സ്മിത്തും കൂട്ടരും ജെയിംസ് ടൗണിൽ എത്തുന്നതിന് തൊട്ടുമുൻപുള്ള ഒരു സമയത്ത് പൗഹാറ്റൻ ചെസപീക്ക് ഗ്രാമം ആക്രമിച്ച് അവിടുത്തെ പുരുഷന്മാരെയും അവരോടൊപ്പം താമസിച്ചിരുന്ന ഇംഗ്ലീഷ് കോളനിവാസികളെയും ഒന്നടങ്കം കൊന്നൊടുക്കി. ഈ വിവരണം ചീഫ് പൗഹാറ്റൻ സ്മിത്തിനോട് പറഞ്ഞ കാര്യങ്ങളുമായി ചേർന്നു പോകുന്നു. ഇത് സത്യമാണെങ്കിൽ കോളനിവാസികളിൽ ഒരു ഭാഗം ദാരുണമായി കൊല്ലപ്പെട്ടു. എന്നാൽ ഭൂരിപക്ഷം പേർ എവിടെ പോയി? സ്ട്രാച്ചിയുടെ വിവരണമനുസരിച്ച് അവർ ക്രോവാറ്റോൺ ദ്വീപിലാണ്. ഏകദേശം ഒരു നൂറ്റാണ്ടിനു ശേഷം 1709-ൽ ജോൺ ലോസൺ എന്ന ഇംഗ്ലീഷ് പ്രകൃതിശാസ്ത്രജ്ഞനും പര്യവേക്ഷകനും നോർത്ത് കാരോലിനയുടെ ഉൾപ്രദേശങ്ങളിലൂടെ ഒരു ദീർഘയാത്ര നടത്തി. അദ്ദേഹം ഹാറ്ററാസ് ദ്വീപിലെത്തി, പഴയ ക്രോവാറ്റോൺ ദ്വീപ്. അവിടെ താമസിച്ചിരുന്ന തദ്ദേശവാസികളെ കണ്ടപ്പോൾ ലോസൺ അത്ഭുതപ്പെട്ടു. അവരുടെ പലരുടെയും കണ്ണുകൾക്ക് ചാരനിറമായിരുന്നു, ഗ്രേ ഐസ്. യൂറോപ്യന്മാരുടെ ഒരു സവിശേഷതയാണിത്. തദ്ദേശീയരായ അമേരിക്കക്കാർക്ക് സാധാരണയായി കറുത്ത കണ്ണുകളാണുണ്ടാവുക. അതുപോലെ തങ്ങളുടെ പൂർവികർ വെള്ളക്കാരായിരുന്നു എന്ന് അവർ അഭിമാനത്തോടെ അവകാശപ്പെട്ടു. അവർക്ക് കപ്പലിൽ വന്ന വെള്ളക്കാരിൽ നിന്ന് സംസാരിക്കാനും എഴുതാനും അറിയാമായിരുന്നു എന്നും അവർ ലോസനോട് പറഞ്ഞു. ചില പഴയ ഇംഗ്ലീഷ് വാക്കുകൾ അവരുടെ സംസാരത്തിൽ കലർന്നിരിക്കുന്നതായും ലോസൻ ശ്രദ്ധിച്ചു. ഇത് വളരെ ശക്തമായ ഒരു തെളിവായിരുന്നു. റോനോക്കിലെ കോളനിവാസികൾ ക്രോവാറ്റോൺ ഗോത്രവുമായി ലയിച്ചു ചേർന്നിരിക്കാം. കാലക്രമേണ അവരുടെ പിൻതലമുറക്കാർ തദ്ദേശീയമായി ജീവിതരീതി സ്വീകരിക്കുകയും എന്നാൽ തങ്ങളുടെ യൂറോപ്യൻ പൈതൃകത്തിന്റെ ചില ഓർമ്മകളും ശാരീരിക ലക്ഷണങ്ങളും നിലനിർത്തുകയും ചെയ്തിരിക്കാം. ലോസൻ കണ്ട ചാരക്കണ്ണുകളുള്ള ആ തദ്ദേശീയവാസികൾ ഒരുപക്ഷേ വിർജീനിയ ഡെയറിന്റെയോ മറ്റു കോളനിവാസികളുടെയോ പേരക്കുട്ടികളുടെ പേരക്കുട്ടികളായിരിക്കാം. ക്രോവാറ്റോൺ എന്ന വാക്കിന് പിന്നാലെയുള്ള ഈ ചരിത്രപരമായ യാത്ര നമ്മെ ഒരു സാധ്യതയിലേക്ക് നയിക്കുന്നു.
റോനോക്കിലെ കോളനി പൂർണ്ണമായി അപ്രത്യക്ഷമായില്ല. അവരൊരു ദുരന്തത്തിലൊതുങ്ങിയില്ല. പകരം അവർ അതിജീവനത്തിനായി ഒരു പുതിയ ജീവിതം തിരഞ്ഞെടുത്തു. അവർ തങ്ങളുടെ ഇംഗ്ലീഷ് വ്യക്തിത്വം ഉപേക്ഷിച്ച് തങ്ങളെ സ്വാഗതം ചെയ്ത ഒരു തദ്ദേശീയ സമൂഹത്തിന്റെ ഭാഗമായി മാറി. എന്നാൽ ഇത് പൂർണ്ണമായ ഉത്തരമല്ല. എങ്കിൽ എന്തുകൊണ്ടവർ പിന്നീട് വന്ന ഇംഗ്ലീഷുകാരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചില്ല? കാലക്രമേണ അവരുടെ ഭാഷയും സംസ്കാരവും പൂർണ്ണമായി നഷ്ടപ്പെട്ടോ? പൗഹാട്ടൻ കൊന്നുകളഞ്ഞവെന്ന് പറയുന്ന സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ ആധുനികകാലത്തെ പുരാവസ്തു ഗവേഷകരും ചരിത്രകാരന്മാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ക്രൊവാറ്റോൺ എന്ന വാക്കിനു പിന്നാലെയുള്ള ഈ ചരിത്രപരമായ യാത്ര നമ്മെ ഒരു സാധ്യതയിലേക്ക് നയിക്കുന്നു. റോനോക്കിലെ കോളനി പൂർണ്ണമായി അപ്രത്യക്ഷമായില്ല. അവർ ഒരു ദുരന്തത്തിലൊതുങ്ങിയില്ല. പകരം അവർ അതിജീവനത്തിനായി ഒരു പുതിയ ജീവിതം തിരഞ്ഞെടുത്തു. അവർ തങ്ങളുടെ ഇംഗ്ലീഷ് വ്യക്തിത്വം ഉപേക്ഷിച്ച് തങ്ങളെ സ്വാഗതം ചെയ്ത ഒരു തദ്ദേശീയ സമൂഹത്തിന്റെ ഭാഗമായി മാറി. ഈ ചരിത്രപരമായ യാത്ര നമ്മെ ഒരു സാധ്യതയിലേക്ക് നയിക്കുന്നു. 1930കളിൽ നോർത്ത് കരോലിനയിലെ ഒരു കർഷകനായ ലൂയിസ് ഹാമണ്ടൻ തന്റെ കൃഷിയിടത്തിൽ നിന്ന് ഒരു പഴയ വാൾപ്പിടി കണ്ടെത്തി. പിന്നീട് പുരാവസ്തു ഗവേഷകർ നടത്തിയ പരിശോധനയിൽ അത് 16-ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ നിർമ്മിതമാണെന്ന് സംശയിക്കപ്പെട്ടു. ഇത് റോണോക്ക് കോളനിയുമായി ബന്ധമുള്ളതാകാമെന്ന ചിന്തയ്ക്ക് കാരണമായി. ഇതേ തുടർന്ന് ആ പ്രദേശത്ത് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു. എന്നാൽ അക്കാലത്ത് റോണോക്ക് ദ്വീപിലെ ഫോർട്ട് റാലിയിൽ തന്നെയായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ. വർഷങ്ങൾക്കിപ്പുറം 1998-ൽ ഫസ്റ്റ് കോളനി ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പുരാവസ്തു ഗവേഷകർ പുതിയൊരു ശ്രമം ആരംഭിച്ചു. അവർ റോണോക്ക് ദ്വീപിന്റെ വടക്കേയറ്റത്ത് കോളനി നിന്നിരുന്ന സ്ഥലം വീണ്ടും ഖനനം ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് അവർക്ക് 16-ാം നൂറ്റാണ്ടിലെ ചില യൂറോപ്യൻ വസ്തുക്കൾ ലഭിച്ചു. ഒരു വെടിയുണ്ട, ഒരു ചെമ്പു കഷണം, വാൾപ്പിടിയുടെ ഭാഗം. ഇത് കോളനി അവിടെയുണ്ടായിരുന്നു എന്നുറപ്പിച്ചു. എന്നാൽ കോളനിവാസികൾക്ക് എന്ത് സംഭവിച്ചു എന്നതിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നും അവിടെ നിന്നും ലഭിച്ചില്ല. പ്രധാന വഴിത്തിരിവുണ്ടാകുന്നത് 2012ലാണ്. ഗവേഷകർ ജോൺ വൈറ്റ് 1585-ൽ വരച്ച ഒരു ഭൂപടം, ലാ വിർജീനിയ പാർസ് എന്ന പേരുള്ള ഭൂപടം, ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പരിശോധിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന ഈ ഭൂപടം ഇൻഫ്രാറെഡ് ലൈറ്റും എക്സ്റേ സ്പെക്ട്രോസ്കോപ്പിയും ഉപയോഗിച്ച് സ്കാൻ ചെയ്തപ്പോൾ അവർ അത്ഭുതകരമായ ഒരു കാര്യം കണ്ടെത്തി. ഭൂപടത്തിൽ റോണോക്ക് ദ്വീപിൽ നിന്ന് ഏകദേശം 50 മൈൽ പടിഞ്ഞാറ് ആൽബമാർവൽ സൗണ്ട് എന്ന ഉൾക്കടലിന്റെ തീരത്ത് ഒരു കടലാസ് കഷ്ണം ഒട്ടിച്ച് ഒരടയാളം മറച്ചുവെച്ചിരിക്കുന്നു. ആ മറച്ചുവെച്ച അടയാളം ഒരു കോട്ടയുടേതായിരുന്നു. ഈ കോട്ടയുടെ ചിത്രം ജോൺ വൈറ്റ് ലെയ്നിന്റെ കോളനിയിലെ കോട്ട വരച്ചതിന് സമാനമായ ശൈലിയിലായിരുന്നു. എന്തിനാണ് വൈറ്റ് ഈ അടയാളം മറച്ചുവെച്ചത്? ഒരുപക്ഷേ ഇത് സ്പെയിനിന്റെ ചാരന്മാരിൽ നിന്ന് മറച്ചുപിടിക്കാൻ ഉദ്ദേശിച്ച ഒരു രഹസ്യ താവളമായിരുന്നു. അതോ കോളനിവാസികൾക്ക് റോണോക്ക് ദ്വീപ് സുരക്ഷിതമല്ലാത്തതാകുമ്പോൾ മാറി താമസിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നോ ഇത്? ഈ സ്ഥലത്തിന് ഗവേഷകർ സൈറ്റ് എക്സ് എന്ന് പേരിട്ടു. ഈ കണ്ടെത്തൽ ഗവേഷകർക്ക് പുതിയൊരു ദിശാബോധം നൽകി. ഒരുപക്ഷേ കോളനിവാസികളെല്ലാവരും തെക്ക് ക്രൊവാറ്റോൺ ദ്വീപിലേക്ക് പോയിട്ടുണ്ടാവില്ല. ഒരു സംഘം പടിഞ്ഞാറോട്ട് ഈ രഹസ്യകോട്ട ലക്ഷ്യമാക്കി പോയിരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ പുതിയ സിദ്ധാന്തം പരീക്ഷിക്കാനായി പുരാവസ്തു ഗവേഷകനായ മാർക്ക് ഹോട്ടന്റെയും നിക്കോളാസ് ലുക്കോക്കിന്റെയും നേതൃത്വത്തിലുള്ള ഒരു സംഘം സൈറ്റ് എക്സ് സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ ബേർട്ടി കൗണ്ടിയിലെ സ്ഥലത്ത് ഖനനമാരംഭിച്ചു. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമായിരുന്നു. അവരുടെ പ്രയത്നം വെറുതെയായില്ല. അവിടെ നിന്ന് അവർക്ക് നിർണായകമായ തെളിവുകൾ ലഭിച്ചു തുടങ്ങി. 16-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് മൺപാത്രങ്ങളുടെ കഷ്ണങ്ങൾ, ബോർഡർ വെയർ എന്നറിയപ്പെടുന്ന തരം പാത്രങ്ങൾ അവൾ കണ്ടെത്തി. ഈ പാത്രങ്ങൾ ജോൺ വൈറ്റിന്റെ കോളനിവാസികൾ ഉപയോഗിച്ചിരുന്ന അതേ തരത്തിലുള്ളവയായിരുന്നു. ഇത് വെറുമൊരു കച്ചവടത്തിലൂടെ അവിടെ എത്തിയതാകാൻ സാധ്യത കുറവാണ്. കാരണം വളരെ ചെറിയ കഷ്ണങ്ങളായിരുന്നു അവ. അത് സൂചിപ്പിക്കുന്നത് അവിടെ ആളുകൾ താമസിച്ചിരുന്നുവെന്നാണ്. അവർക്കൊരു തോക്കിന്റെ ഭാഗമായ ഫ്ലിന്റ് ലോക്ക്, ഒരു വാളിന്റെ പിടിയുറപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ കൊളുത്ത്, സ്വാഡ് ഹിൽറ്റ് ഫ്രാഗ്മെന്റ്, ചെമ്പിൽ തീർത്ത സൂചി, കോപ്പർ ആഗ്ലറ്റ് എന്നിവയും ലഭിച്ചു. ഈ വസ്തുക്കളെല്ലാം 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇംഗ്ലീഷുകാർ ഉപയോഗിച്ചിരുന്നവയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലൊന്ന് മൺപാത്രങ്ങൾ ചൂടാക്കിയതിന്റെ തെളിവുകളായിരുന്നു. മൺപാത്രങ്ങൾ അറ്റകുറ്റപ്പണികൾ ചെയ്യാനും ലോഹങ്ങൾ ഉരുക്കാനും ഇംഗ്ലീഷുകാർ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയായിരുന്നു ഇത്. തദ്ദേശീയവാസികൾക്ക് ഈ രീതി അജ്ഞാതമായിരുന്നു. ഇത് ആ സ്ഥലത്ത് ഒരു ഇംഗ്ലീഷ് കൊല്ലന്റെ സാന്നിധ്യമുണ്ടായിരുന്നിരിക്കാം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ കണ്ടെത്തലുകളെല്ലാം കൂട്ടിവായിക്കുമ്പോൾ ഒരു ചിത്രം തെളിഞ്ഞുവരുന്നു. റോണോക്കിലെ കോളനിവാസികളിലൊരു സംഘം, ഒരുപക്ഷെ 10 മുതൽ 20 വരെ ആളുകൾ, റോണോക്ക് ദ്വീപ് ഉപേക്ഷിച്ച് പടിഞ്ഞാറോട്ട് ഉൾനാടുകളിലേക്ക് യാത്ര ചെയ്യുകയും
അവിടെ ഒരു തദ്ദേശീയ ഗ്രാമമായ മെറ്റാക്യുമീനോട് ചേർന്ന് ഒരു ചെറിയ താവളം സ്ഥാപിക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ ഇംഗ്ലീഷ് സാധനങ്ങൾ കൂടെ കൊണ്ടുപോയിരുന്നു. അവിടെ അവർ തദ്ദേശീയവാസികളുമായി ഇടകഴകി ജീവിക്കാൻ ശ്രമിച്ചിരിക്കാം. സൈറ്റെക്സ് ഒരു സംഘം കോളനിവാസികളുടെ കഥ പറഞ്ഞപ്പോൾ ഈസ്റ്റ് കരോലിന യൂണിവേഴ്സിറ്റിയിലെ പുരാവസ്തു ഗവേഷകർ തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ക്രൊവാട്ടോവൻ എന്ന വാക്കിലേക്കായിരുന്നു, ഇന്നത്തെ ഹാറ്ററാസ് ദ്വീപ്. പതിറ്റാണ്ടുകളായി അവിടെ നടന്ന ഖനനങ്ങളിൽ നിന്നും അവർക്ക് നിർണായകമായ പല തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ലഭിച്ച 10,000-കണക്കിന് പുരാവസ്തുക്കളിൽ 16-ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ നിർമ്മിത വസ്തുക്കളും ഉൾപ്പെടുന്നു. സ്വർണം പൂശിയ ഒരു മോതിരം, തോക്കിന്റെ ഭാഗങ്ങൾ, ജർമ്മൻ മൺപാത്രങ്ങൾ, ഒരു പെൻസിൽ സ്ലേറ്റ്, ഒരു വാൾപിടി എന്നിവയെല്ലാം ഇതിൽപ്പെടും. ഈ വസ്തുക്കൾ ക്രൊവാട്ടോവാൻ ദ്വീപിൽ ഒരു യൂറോപ്യൻ സാന്നിധ്യമുണ്ടായിരുന്നു എന്നതിന് ശക്തമായ തെളിവാണ്. ഇവയിൽ പലതും ഉയർന്ന പദവിയിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നവയായിരുന്നു. ഉദാഹരണത്തിന് സ്വർണമോതിരം. ഇത് സാധാരണക്കാരായ കോളനിവാസികളുടേതാകാൻ സാധ്യതയില്ല. ഒരുപക്ഷേ കോളനിയിലെ നേതാക്കന്മാരിൽ ആരുടെയെങ്കിലും ആയിരിക്കാം. ഇത് സൂചിപ്പിക്കുന്നത് കോളനിയിലെ ഭൂരിഭാഗം പേരും അവരുടെ നേതാക്കന്മാരടക്കം ക്രൊവാട്ടോവാൻ ദ്വീപിലേക്ക് മാറിയിരിക്കാം എന്നാണ്. പുരാവസ്തു ഗവേഷണം നൽകുന്ന ചിത്രം ഇതാണ്. റോണോക്ക് കോളനി ഒന്നായി അപ്രത്യക്ഷമായതല്ല. അവർ അതിജീവനത്തിനായി പല സംഘങ്ങളായി പിരിഞ്ഞു. ഒരു സംഘം പടിഞ്ഞാട്ട് സൈപീക്സിലേക്ക് പോയി. ഒരുപക്ഷേ വലിയ സംഘം തെക്ക് ക്രൊവാട്ടോവാൻ ദ്വീപിലേക്ക് പോയി. അവിടെ അവർ തദ്ദേശീയരായ ഗോത്രങ്ങളുമായി സമാധാനപരമായി ലയിച്ചു ചേർന്നു. എന്നാൽ പുരാവസ്തു ഗവേഷണത്തിനും അതിന്റെ പരിമിതികളുണ്ട്. ഒരു അസ്ഥികൂടം പോലും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഉത്തരം നൽകുന്നില്ല. അവർ സമാധാനപരമായി തദ്ദേശീയവാസികളുമായി ലയിച്ചു ചേർന്ന് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി അവരുടെ ശ്മശാനങ്ങളിൽ തന്നെ അടക്കപ്പെട്ടതാകാം. അതല്ലെങ്കിൽ പിന്നീട് വന്ന യൂറോപ്യൻ രോഗങ്ങളോ മറ്റു ഗോത്രങ്ങളുമായുള്ള യുദ്ധങ്ങളോ അവരുടെ നാശത്തിന് കാരണമായേക്കാം. കോളനിവാസികളുടെ അന്തിമമായ വിധി എന്തായിരുന്നു? അവരുടെ വംശപരമ്പര ഇന്നത്തെ ആളുകളിൽ അവശേഷിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുത്തരം കണ്ടെത്താൻ ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞരും 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിലൊന്നിലേക്ക് തിരിഞ്ഞു: DNA പരിശോധന. 2007-ൽ റോണോക്ക് കോളനി DNA പ്രോജക്റ്റ് എന്ന പേരിൽ ഒരു അൽതമൂഹ പദ്ധതിക്ക് തുടക്കമായി. കുടുംബചരിത്രകാരനായ റോബർട്ട എസ്റ്റസിന്റെയും ഈസ്റ്റ് കരോലിന യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരുടെയും നേതൃത്വത്തിലായിരുന്നു ഈ പദ്ധതി. ഇതിന്റെ പ്രധാന ലക്ഷ്യം നഷ്ടപ്പെട്ട കോളനിയിലെ അംഗങ്ങളുടെ യൂറോപ്യൻ പിൻഗാമികളെ കണ്ടെത്തുകയും അവരുടെ DNA സാമ്പിളുകൾ ശേഖരിക്കുകയുമായിരുന്നു. പിന്നീട് ഈ DNA പ്രൊഫൈലുകൾ ഔട്ടർ ബാങ്ക്സ് പ്രദേശത്തും സൈറ്റ് എക്സ് നിലനിന്നിരുന്ന ബെർട്ടി കൗണ്ടിയിലുമുള്ള തങ്ങൾക്ക് യൂറോപ്യൻ അല്ലെങ്കിൽ തദ്ദേശീയ പാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഇന്നത്തെ കുടുംബങ്ങളുടെ DNAയുമായി താരതമ്യം ചെയ്യുക എന്നതായിരുന്നു പദ്ധതി. ഈ പ്രക്രിയ വളരെ സങ്കീർണമായിരുന്നു. ആദ്യപടിയായി 117 കോളനിവാസികളുടെയും പേരുകളടങ്ങിയ പട്ടിക ഉപയോഗിച്ച് അവരുടെ കുടുംബവേരുകൾ ഇംഗ്ലണ്ടിൽ കണ്ടെത്തണമായിരുന്നു. ജോൺ വൈറ്റ്, അനനയാസ് ഡെയർ, എലനോർ ഡെയർ തുടങ്ങിയ പ്രമുഖരെ കൂടാതെ പട്ടികയിലുണ്ടായിരുന്ന സാധാരണക്കാരായ ആളുകളുടെയെല്ലാം കുടുംബചരിത്രം കണ്ടെത്തുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിരേഖകളും ജനനമരണ സർട്ടിഫിക്കറ്റുകളും വിൽപ്പത്രങ്ങളും പരിശോധിച്ചാണ് അവർ ഈ കുടുംബങ്ങളെ കണ്ടെത്തിയത്. DNA പരിശോധനയിൽ പ്രധാനമായും 2 തരം DNAയാണ് ഉപയോഗിച്ചത്. മൈറ്റോകോൺഡ്രിയൽ DNA. ഇത് അമ്മയിൽ നിന്ന് മകളിലേക്ക് മാറ്റമില്ലാതെ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. എലനോർ ഡെയറിന്റെയോ മറ്റു സ്ത്രീ കോളനി വാസികളുടെയോ കുടുംബത്തിലെ സ്ത്രീകളിലൂടെ മാത്രം കൈമാറി വന്ന പിൻതലമുറയെ കണ്ടെത്താൻ ഇത് സഹായിക്കും. Y ക്രോമസോം DNA. ഇത് അച്ഛനിൽ നിന്ന് മകനിലേക്ക് മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. ജോൺ വൈറ്റിന്റെയോ മറ്റു പുരുഷ കോളനിവാസികളുടെയോ പുരുഷ പിൻഗാമികളെ കണ്ടെത്താൻ ഇത് ഉപകരിക്കും. പദ്ധതിയുടെ ഭാഗമായി ഡസൻ കണക്കിന് ആളുകളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചു. കോളനിവാസികളുടെ ഇംഗ്ലണ്ടിലുള്ള ബന്ധുക്കൾ, ഔട്ടർ ബാങ്ക്സിലെ തദ്ദേശീയ പാരമ്പര്യമുള്ള കുടുംബങ്ങൾ, സൈറ്റ് എക്സിന് സമീപം താമസിക്കുന്നവർ എന്നിവരെല്ലാം ഇതിലുൾപ്പെട്ടു. 2007-ൽ റോണോക്ക് കോളനി DNA പ്രോജക്റ്റ് എന്ന പേരിൽ ഒരു അൽതമൂഹ പദ്ധതിക്ക് തുടക്കമായി. കുടുംബചരിത്രകാരനായ റോബർട്ട എസ്റ്റസിന്റെയും ഈസ്റ്റ് കരോലിന യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരുടെയും നേതൃത്വത്തിലായിരുന്നു ഈ പദ്ധതി. ഇതിന്റെ പ്രധാന ലക്ഷ്യം നഷ്ടപ്പെട്ട കോളനിയിലെ അംഗങ്ങളുടെ യൂറോപ്യൻ പിൻഗാമികളെ കണ്ടെത്തുകയും അവരുടെ DNA സാമ്പിളുകൾ ശേഖരിക്കുകയുമായിരുന്നു. പിന്നീട് ഈ DNA പ്രൊഫൈലുകൾ ഔട്ടർ ബാങ്ക്സ് പ്രദേശത്തും സൈറ്റ് എക്സ് നിലനിന്നിരുന്ന ബെർട്ടി കൗണ്ടിയിലുമുള്ള
തങ്ങൾക്ക് യൂറോപ്യൻ അല്ലെങ്കിൽ തദ്ദേശീയ പാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഇന്നത്തെ കുടുംബങ്ങളുടെ ഡിഎൻഎയുമായി താരതമ്യം ചെയ്യുക എന്നതായിരുന്നു പദ്ധതി. ഈ പ്രക്രിയ വളരെ സങ്കീർണമായിരുന്നു. ആദ്യപടിയായി 117 കോളനിവാസികളുടെയും പേരുകളടങ്ങിയ പട്ടിക ഉപയോഗിച്ച് അവരുടെ കുടുംബവേരുകൾ ഇംഗ്ലണ്ടിൽ കണ്ടെത്തണമായിരുന്നു. ജോൺ വൈറ്റ്, അനനയാസ് ഡെയർ, എലനോർ ഡെയർ തുടങ്ങിയ പ്രമുഖരെ കൂടാതെ പട്ടികയിലുണ്ടായിരുന്ന സാധാരണക്കാരായ ആളുകളുടെയെല്ലാം കുടുംബചരിത്രം കണ്ടെത്തുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിരേഖകളും ജനനമരണ സർട്ടിഫിക്കറ്റുകളും വിൽപ്പത്രങ്ങളും പരിശോധിച്ചാണ് അവർ ഈ കുടുംബങ്ങളെ കണ്ടെത്തിയത്. ഡിഎൻഎ പരിശോധനയിൽ പ്രധാനമായും 2 തരം ഡിഎൻഎയാണ് ഉപയോഗിച്ചത്. മൈറ്റോകോൺഡ്രിയൽ ഡിഎൻഎ. ഇത് അമ്മയിൽ നിന്ന് മകളിലേക്ക് മാറ്റമില്ലാതെ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. എലനോർ ഡെയറിന്റെയോ മറ്റു സ്ത്രീ കോളനി വാസികളുടെയോ കുടുംബത്തിലെ സ്ത്രീകളിലൂടെ മാത്രം കൈമാറി വന്ന പിൻതലമുറയെ കണ്ടെത്താൻ ഇത് സഹായിക്കും. വൈ ക്രോമസോം ഡിഎൻഎ. ഇത് അച്ഛനിൽ നിന്ന് മകനിലേക്ക് മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. ജോൺ വൈറ്റിന്റെയോ മറ്റു പുരുഷ കോളനിവാസികളുടെയോ പുരുഷ പിൻഗാമികളെ കണ്ടെത്താൻ ഇത് ഉപകരിക്കും. പദ്ധതിയുടെ ഭാഗമായി ഡസൻ കണക്കിന് ആളുകളുടെ ഡിഎൻഎ സാമ്പിളുകൾ ശേഖരിച്ചു. കോളനിവാസികളുടെ ഇംഗ്ലണ്ടിലുള്ള ബന്ധുക്കൾ, ഔട്ടർ ബാങ്ക്സിലെ തദ്ദേശീയ പാരമ്പര്യമുള്ള കുടുംബങ്ങൾ, സൈറ്റ് എക്സിന് സമീപം താമസിക്കുന്നവർ എന്നിവരെല്ലാം ഇതിലുൾപ്പെട്ടു. ഈ പദ്ധതി വലിയ പ്രതീക്ഷകളാണ് നൽകിയത്. ഒരുപക്ഷേ ഇന്നത്തെ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ഡിഎൻഎയിൽ വിർജീനിയ ഡെയറിന്റെയോ മറ്റേതെങ്കിലും കോളനിവാസിയുടെയോ ജനിതകപരമായ ഒരു അടയാളം കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. അത് കോളനിവാസികൾ അതിജീവിക്കുകയും അവരുടെ വംശം നിലനിൽക്കുകയും ചെയ്തു എന്നതിന് തർക്കമില്ലാത്ത ശാസ്ത്രീയ തെളിവാകുമായിരുന്നു. എന്നാൽ ഡിഎൻഎ ഗവേഷണത്തിന് അതിൻ്റേതായ വെല്ലുവിളികളുണ്ടായിരുന്നു. 400-ലധികം വർഷങ്ങൾക്കിപ്പുറം ഒരു പ്രത്യേക ജനിതക അടയാളം കണ്ടെത്തുക എന്നത് പുൽക്കൂനയിൽ സൂചി തിരയുന്നതുപോലെയാണ്. തലമുറകൾ കടന്നുപോകുമ്പോൾ ഡിഎൻഎയിൽ സ്വാഭാവികമായ മാറ്റങ്ങൾ, മ്യൂട്ടേഷൻസ് വരാം. കോളനിവാസികളുടെ ഡിഎൻഎ പ്രൊഫൈൽ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നേരിട്ടറിയില്ല. അവരുടെ അസ്ഥികൂടങ്ങളോ മറ്റു ഭൗതികാവശിഷ്ടങ്ങളോ കണ്ടെത്താത്തതുകൊണ്ട് അവരുടെ യഥാർത്ഥ ഡിഎൻഎയുമായി ഒത്തുനോക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ആശ്രയിക്കുന്നത് അവരുടെ ഇന്നത്തെ ബന്ധുക്കളുടെ ഡിഎൻഎയെയാണ്. കോളനിവാസികൾ തദ്ദേശീയവാസികളുമായി ലയിച്ചു ചേർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിഎൻഎ തദ്ദേശീയ ഡിഎൻഎയുമായി കലർന്നിരിക്കും. ഇത് തിരിച്ചറിയുന്നത് കൂടുതൽ സങ്കീർണമാണ്. റോണോക്ക് കോളനിക്ക് ശേഷം നിരവധി യൂറോപ്യന്മാർ ആ പ്രദേശത്തേക്ക് കുടിയേറിയിട്ടുണ്ട്. അതിനാൽ ഇന്നത്തെ ആളുകളിൽ കാണുന്ന യൂറോപ്യൻ ഡിഎൻഎ റോണോക്ക് കോളനിയിൽ നിന്നുള്ളതാണോ അതോ പിൽക്കാലത്ത് വന്നവരുടേതാണോ എന്ന് വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. ഇതുവരെയുള്ള ഡിഎൻഎ പരിശോധനകളിൽ നഷ്ടപ്പെട്ട കോളനിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തർക്കമില്ലാത്ത ഒരു സ്മോക്കിംഗ് ഗൺ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചില കുടുംബങ്ങളുടെ ഡിഎൻഎയിൽ പ്രതീക്ഷ നൽകുന്ന ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് ഉറപ്പിച്ചു പറയാൻ മാത്രം ശക്തമല്ല. എങ്കിലും ഈ പദ്ധതി ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ ആളുകളുടെ ഡിഎൻഎ പരിശോധിക്കുകയും സാങ്കേതികവിദ്യ പുരോഗമിക്കുകയും ചെയ്യുന്നതോടെ ഭാവിയിൽ ഒരുപക്ഷെ ഒരു വഴിതിരിവുണ്ടായേക്കാം. ഡിഎൻഎ കൂടാതെ മറ്റു ശാസ്ത്രീയ മാർഗങ്ങളും ഗവേഷകർ ഉപയോഗിച്ചു. അതിലൊന്നാണ് ഡെൻഡ്രോക്രോണോളജി. മരങ്ങളുടെ വളർച്ചാ വലയങ്ങൾ അഥവാ ഗ്രോത്ത് റിംഗ്സ് പഠിച്ച് പഴയകാലത്തെ കാലാവസ്ഥ മനസ്സിലാക്കുന്ന രീതി. അർക്കൻസാസ് സർവകലാശാലയിലെ ഗവേഷകർ നോർത്ത് കരോലിനയിലെയും വിർജീനിയയിലെയും ഏറ്റവും പഴക്കമുള്ള ചില സൈപ്രസ് മരങ്ങളുടെ വലയങ്ങൾ പഠനവിധേയമാക്കി. ഈ മരങ്ങൾ 800 വർഷത്തിലേറെ പഴക്കമുള്ളവയായിരുന്നു. അവയുടെ വളർച്ചാ വലയങ്ങൾ ആ പ്രദേശത്തെ ഓരോ വർഷത്തെയും മഴയുടെയും വരൾച്ചയുടെയും ഒരു രേഖയായിരുന്നു. ഈ പഠനത്തിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തുവന്നു. 1587 മുതൽ 1589 വരെയുള്ള കാലഘട്ടം, അതായത് ജോൺ വൈറ്റ് ഇംഗ്ലണ്ടിലേക്ക് പോയതിനും കോളനി അപ്രത്യക്ഷമായതിനുമിടയിലുള്ള സമയം, ആ പ്രദേശത്ത് കഴിഞ്ഞ 800 വർഷത്തിനിടയിലെ ഏറ്റവും കഠിനമായ വരൾച്ച അനുഭവപ്പെട്ട കാലമായിരുന്നു. ഈ കണ്ടെത്തൽ റോനോക്ക് കഥയ്ക്ക് പുതിയൊരു തലം നൽകി. കോളനിവാസികൾക്ക് അതിജീവനം എത്രത്തോളം ദുഷ്കരമായിരുന്നിരിക്കാമെന്ന് ഇത് വ്യക്തമാക്കുന്നു. വരൾച്ച കാരണം അവരുടെ സ്വന്തം കൃഷി പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കാം. കാട്ടിൽ നിന്നും ഭക്ഷണം കണ്ടെത്തുന്നത് ദുഷ്കരമായിരുന്നിരിക്കാം. നദികളിലെ ജലനിരപ്പ് താഴ്ന്ന് മത്സ്യലഭ്യത കുറഞ്ഞിരിക്കാം. ഇതേ വരൾച്ച തദ്ദേശവാസികളെയും സാരമായി ബാധിച്ചിട്ടുണ്ടാകും. അവരുടെ ചോളപ്പാടങ്ങളും ഉണങ്ങിക്കരിഞ്ഞിരിക്കാം. ഈ സാഹചര്യത്തിൽ 100-ലധികം വരുന്ന ഒരു പറ്റം പുതിയ ആളുകളെ കൂടി തീറ്റിപ്പോറ്റാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഒരുപക്ഷെ ഈ കഠിനമായ വരൾച്ചയായിരിക്കാം
കോളനിവാസികളെ പല സംഘങ്ങളായി പിരിഞ്ഞ് കൂടുതൽ മെച്ചപ്പെട്ട ജലലഭ്യതയുള്ള സ്ഥലങ്ങൾ തേടിപ്പോകാൻ പ്രേരിപ്പിച്ചത്. ഇത് അവരുടെ പലായനത്തെ ഒരു നിഗൂഢത എന്നതിലുപരി അതിജീവനത്തിനായുള്ള ഒരു വിവേകപൂർണമായ ശ്രമമായി കാണാൻ നമ്മെ സഹായിക്കുന്നു. ക്രൊവാറ്റോൺ ദ്വീപ് കടലിനാൽ ചുറ്റപ്പെട്ടതുകൊണ്ട് ഒരുപക്ഷേ അത്ര രൂക്ഷമായ വരൾച്ച അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഉൾനാടുകളിലെ നദീതീരങ്ങളായ സൈറ്റ് എക്സ് പോലുള്ള സ്ഥലങ്ങൾക്കും ഇതേ മെച്ചമുണ്ടായിരുന്നിരിക്കാം. ലഭ്യമായ എല്ലാ തെളിവുകളും ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ ഏറ്റവും യുക്തിസഹവും ശക്തവുമായ സിദ്ധാന്തം ലയന സിദ്ധാന്തം അഥവാ അസിമിലേഷൻ തിയറി തന്നെയാണ്. റോണോക്ക് കോളനി ഒരു ദുരന്തത്തിൽ അവസാനിച്ചില്ല, മറിച്ച് ഒരു രൂപാന്തരീകരണത്തിന് വിധേയമായി. അവരൊറ്റയടിക്ക് അപ്രത്യക്ഷരായില്ല. അതിജീവനത്തിനായി അവർ പല സംഘങ്ങളായി പിരിഞ്ഞു, തദ്ദേശീയരായ ഗോത്രങ്ങളോടൊപ്പം ചേർന്ന് ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. ഒരു സംഘം തെക്ക് ക്രൊവാറ്റോവാനിലേക്കും മറ്റൊരു സംഘം പടിഞ്ഞാറ് സൈറ്റ് എക്സിലേക്കും പോയിരിക്കാം. പൊവാട്ടൻ കൊന്നുകളഞ്ഞു എന്ന് പറയുന്ന സംഘം ഒരുപക്ഷേ ഈ രണ്ടാമത്തെ ഗ്രൂപ്പായിരിക്കാം. നഷ്ടപ്പെട്ട കോളനിയുടെ കഥ അതുകൊണ്ട് ഒരു ദുരന്ത കഥ എന്നതിലുപരി പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങൾ ഒന്നിച്ചേർന്നതിന്റെ സങ്കീർണമായ ഒരു കഥയായിരിക്കാം. ഉത്തരം ഇപ്പോഴും പൂർണ്ണമല്ല, എന്നാൽ ഓരോ പുതിയ കണ്ടെത്തലും ആ ചിത്രത്തെ കൂടുതൽ വ്യക്തമാക്കുന്നു.